യഥാർത്ഥത്തിൽ കൂട്ടുകാരില്ലാതെ ഒരാൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബേസ് എല്ലാ ആളുകൾക്കും അവന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടാവും. സ്വന്തം ഭാര്യയോട് പോലും തുറന്നു പറയാത്തത്, സ്വന്തം ഭാര്യയോട് പങ്കുവെക്കാത്തത്, സ്വന്തം കൂടപ്പിറപ്പുകളോട് പറയാത്തത് പോലും ഒരുപക്ഷെ നാം തുറന്നു പറയുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തവരായി ആരുമില്ല. എല്ലാം തുറന്നു പറയുന്ന ആത്മാർത്ഥ കൂട്ടുകാർ, ആത്മാർത്ഥ സഹോദരങ്ങൾ കൂട്ടുകാരില്ലാത്തവരായി ഭൂമിയിൽ ഒരാൾ പോലും ഇല്ലാവ എന്നത് ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്താണ് കൂട്ടുകെട്ടിന്റെ ഇത്രയും വലിയ പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം പറയുമ്പോഴേ ആ ഖുർആൻ പറയുന്നത് മാനവരാശിയെ അവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ നടുവിൽ തടസ്സം നിന്നത് ആത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിൽ മാനവരാശിയെ ഏറ്റവും വലിയ ചതിയുടെ കുഴികളിലോട്ട് കടന്നുപോയ ഒരു കൂട്ടുകെട്ടിന്റെ കഥ പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ. ഇൻഷാ അല്ലാഹ് ഖുർആനിലെ കൂട്ടുകാർ എന്ന വിഷയം പറയുമ്പോൾ ആദ്യം ആ ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിൽ വന്ന് മാനവരാശിയെ ഒരിക്കലും കരകയറാൻ കഴിയാത്ത ചതിക്കുടിയിലോട്ട് കടത്തിക്കൊണ്ടുപോയ ഒരു വല്ലാത്ത ചതിയുടെ കഥ. അത് പൂർണ്ണമായി വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹുമാ അവർ രണ്ടുപേരും ആദ്യമായി ജീവിതം തുടങ്ങിയത് അല്ലാഹുവിന്റെ സ്വർഗത്തിലായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ ആ കഥയുടെ ചരിത്ര സംഗ്രഹം പറയുമ്പോ അല്ല പറയുന്ന ആദം ഹവ്വ ദമ്പതികളെ സ്വർഗ കവാടത്തിന്റെ വാതിൽ തുറന്നിട്ട് അല്ല പറഞ്ഞു, വയാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ഓ ആദം ഹവ്വ ദമ്പതികളെ, സ്വർഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം പെയ്തിറങ്ങുന്ന കരകാണാ കടല് പോലെ കരകവിഞ്ഞൊഴുകുന്ന കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം ഒരു പേമാരി പോലെ പെയ്തിറങ്ങുന്ന സ്വർഗത്തിന്റെ അനുഭൂതികളുടെ നടുവിലൂടെ ഓടിക്കളിക്കുമ്പോ ആദം നബിയോടും ഹവ്വാ ബീവിയോടും അല്ലാഹ് പറഞ്ഞു, എല്ലാം ഭൂമിയിൽ ഈ സ്വർഗത്തിൽ കാണുന്ന എല്ലാം നിങ്ങൾ കഴിച്ചുകൊള്ളുക. ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ടല്ല പറഞ്ഞു, വലാ തഖറബാ ഹാദിഹി ശജറ, ആ വൃക്ഷത്തിന്റെ പഴം മാത്രം നിങ്ങൾ കഴിക്കാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അറിയാം. ചെറുപ്പക്കാരെ നന്നായിട്ട് കേട്ടോളിയും, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലക്കാര്. അള്ള എന്തിനാ ആദ്യ കഥ പറയുന്നത്? മാനവരാശിയുടെ ചരിത്രത്തിന്റെ കഥ പറയുന്നത് എന്തിനാണ്? അള്ള പറഞ്ഞു, നിങ്ങൾ സ്വർഗം എന്തു വേണമെങ്കിലും കഴിച്ചോ, പക്ഷെ വലാ തഖറബാ ഹാദിഹി ശജറ, ആ വൃക്ഷത്തിന്റെ പഴം മാത്രം കഴിക്കാൻ പാടില്ല. അതെന്താ അല്ലാഹു ആ വൃക്ഷത്തിന്റെ പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അതിൽ എൻഡോസൾഫാൻ തളിച്ചത് കൊണ്ട്, ആ വൃക്ഷത്തിന് എൻഡോസൾഫാൻ തളിച്ചത് കൊണ്ടല്ല. കാസർഗോഡാണല്ലോ ഈ സാധനം കൂടെ ഉള്ളത്. എവിടെ? ചെറുക്കള പഞ്ചായത്തിൽ. എവിടെ എൻഡോസൾഫാൻ ഉള്ളത്? ബദിയിടുക. എൻഡോസൾഫാൻ തളിച്ചിട്ടില്ല. അതിൽ മാരകമായ കീടനാശിനി ഉള്ളത് കൊണ്ടല്ല, അത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടല്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരെ കേട്ടോളീൻ, അല്ല പറയുന്നു അവന്റെ കൺമുമ്പിൽ നിൽക്കുമ്പോ അല്ല കടിക്കരുത് എന്ന് പറഞ്ഞ കാരണത്താൽ അത് കടിക്കാതിരിക്കുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അവർ രണ്ടുപേരും കഴിച്ചില്ല. അല്ല പറഞ്ഞതൊഴിച്ചു ബാക്കിയെല്ലാം കടിച്ച് നമ്മുടെ പിതാവ് മാതാവ് സ്വർഗത്തിൽ ഇങ്ങനെ പരിലസിക്കുമ്പോ അവരുടെ ഇടയിലോട്ട് കടന്നു വന്നു ഒരാൾ, ആജന്മ മനുഷ്യകുലത്തിന്റെ ആജന്മ ശത്രുവായ പിശാച്. പിശാച് വന്നിട്ട് ചോദിച്ചു, ആദം ഹവ്വ ദമ്പതികളെ, ഖുർആൻ വളരെ വിശാലമായിട്ട് സംഭവം ആദ്യം തന്നെ ഖുർആനിൽ പറയുന്നത് എന്തിനാ? നമ്മൾ ആ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാർ. നിങ്ങളെന്ത് വെച്ചു? ഇത്രയും മനുഷ്യന്മാർ ആമീൻ പറഞ്ഞ ഇത്രയും സൗണ്ടേ ഉള്ള. അള്ളാഹു ആ ചതിക്കുഴിയിൽ വീഴ്ത്താതിരിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫവസ്വസ ഇലൈഹി ശൈത്വാനു ഖാല യാ ആദമു ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽകിൻ ലാ യബ്ലാ.
അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സ്വർഗത്തിന്റെ ശീതളഛായയിലൂടെ വല്ലാതെ അനുഗ്രഹത്തിന്റെ പറുദീസയിലൂടെ നടന്നുപോയ ആദം ഹവ്വ ദമ്പതികളുടെ മുമ്പ് പിശാച് വന്നിട്ട് പറഞ്ഞു അത്രേ, ആദം ഹവ്വ ദമ്പതികളെ, ഫഖുൽനായ ആദമു ഹൽ അദുല്ലുക അലാ സദറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. ആദം ഹവ്വ ദമ്പതികളെ, ഒരിക്കലും നീങ്ങിപ്പോകാത്ത ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന ഒരു മാന്ത്രിക മരത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, പിശാച് വന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലദില്ലുക അലാ ശജറത്തിൽ ഖുൽദി, ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരട്ടെയോ? ഏതാണ് ആ മാന്ത്രിക മരം എന്നറിയോ? ആ മരത്തിന്റെ പഴം കടിച്ചാൽ വമുൽകിൻ ലാ യബ്ലാ, അവസാനം വരെ നീങ്ങിപ്പോകാത്ത ഐശ്വര്യം കിട്ടുന്ന, നിത്യ ഐശ്വര്യത്തിന്റെ പൊരുളിറയിൽ കിടക്കുന്ന ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? എന്റെ ശബ്ദം കേൾക്കാൻ തടിച്ചുകൂടിയ സഹോദരങ്ങളെ, ആദ്യത്തെ പിശാചിന്റെ തന്ത്രമാണിത്. ആദ്യം വന്ന് പഴം കടിക്കാൻ പറഞ്ഞില്ല, ആദ്യം പിശാച് പരസ്യം ചെയ്തു, ഒരു മാന്ത്രിക മരം കാണിച്ചു തരട്ടെയോ? മനുഷ്യന്റെ ഹൃദയത്തെ ഇളക്കുകയാണ്. ഒടുക്കത്തെ പരസ്യമല്ലേ മനുഷ്യന്റെ മനസ്സിളക്കുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർഗലോകത്ത് മാതാപിതാക്കളെ തറവാട്ടിൽ നിന്ന് വലിച്ചെറിയാണ് മനുഷ്യകുലത്തിന്റെ ആജന്മശത്രുവായ പിശാച് ഉയർത്തിയ തന്ത്രമാണിത്, പരസ്യത്തിന്റെ തന്ത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്യം കാണുമ്പോ ഏറ്റവും വലിയ പ്രലോഭനത്തിലോട്ട് കടന്നു പോകുന്ന ജനതയുടെ മുമ്പ് പരസ്യമെന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ നുണപ്രചാരണമാണെന്ന് തത്വചിന്തകനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്. 1000 പരസ്യമാണ്. പണത്തിന് ആവശ്യമാണോ? ആവശ്യത്തിന് പണം വേണോ? ഓരോ നാൽക്കവലയിലും പരസ്യപ്പലകൾ. പണത്തിന് ആവശ്യമാണോ? ആവശ്യത്തിന് പണം വേണോ? മുത്തൂറ്റിലേക്ക് വരിക, സ്വർണം പണയം വെക്കുക. സഹോദരങ്ങളെ, പരസ്യമാണ് മനുഷ്യനെ വഴിതെറ്റിച്ചത്, പരസ്യമാണ് മനുഷ്യനെ വഴിതെളിപ്പിച്ചത്. 1/2 മീറ്റർ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഫാഷനാകുമെന്ന് പറയുന്ന ഒടുക്കത്തെ പരസ്യം കണ്ടപ്പോ എല്ലാ പെണ്ണുങ്ങളും വീണുപോയി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിശാച് ഉയർത്തിയ തന്ത്രമാണിത്. അല്ലദില്ലുക അലാ സദറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ, ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? ആദം ഹവ്വ ദമ്പതികൾ റളിയല്ലാഹു അൻഹുമാ അലൈഹിമുസ്സലാത്തു വസ്സലാം അവര് ചോദിച്ചു, ഏത് മരമാണ്? പിശാച് ചൂണ്ടിക്കാണിച്ചു ആ മരം. ആദം നബി ഹവ്വ ബീവിയും പറഞ്ഞു, ഇല്ല, അത് അല്ലാഹു ഞങ്ങളോട് വിലക്കിയ മരമാണ്, അത് ഞങ്ങൾ കഴിക്കാൻ സാധ്യമല്ല. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പിശാച് ആദം നബിയോടും ഹവ്വ ബീവിയോടും പറഞ്ഞു അത്രേ, ആ പഴം കഴിക്കരുതെന്ന് അല്ല നിങ്ങളോട് പറയാനുള്ള കാരണം എന്തെന്നറിയോ? ഇല്ലാനെ തക്കൂന മലക്കൈനി ഔ തക്കൂന മിനൽ ഖാലിദീൻ. ആ പഴം കടിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ കാലാകാല സ്വർഗത്തിൽ കിടക്കും, അതല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായി മാറും. അതുകൊണ്ടാണ് അല്ലാഹ് അത് കഴിക്കരുതെന്ന് പറഞ്ഞത്. കാലാകാലം നിങ്ങൾ സ്വർഗത്തിൽ കടന്നു പോകും, അത്ര വലിയ മാന്ത്രിക മരമാണെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, ആദം നബി ഹവ്വ ബീവിയും പകച്ചു നിന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, ഇവിടെ കൂടി ആയിരക്കണക്കിന് ചെറുപ്പക്കാരോട് എന്റെ ഹൃദയത്തിൽ തുറന്നിട്ട് ഞാൻ ഖുർആനിലെ കൂട്ടുകാര് തുടങ്ങുകയാ. പൊന്നുമോനെ, ലോകത്ത് ഏത് തെറ്റ് ചെയ്താലും ആ തെറ്റിന്റെ പുറകില് കൂട്ടുകാരല്ലേ. രാവിലെ പത്രം എടുത്തു നോക്കിയാൽ പെൺവാണിഭം നടത്തുന്നത് ഒരാളല്ലല്ലോ, ബാങ്ക് കവർച്ച നടത്തുന്നത് ഒരാളല്ലല്ലോ, വഴിയിലൂടെ കടന്നു പോകുന്നവനെ പിടിച്ചിട്ട് കഴുത്തറത്തിട്ട് മാലക വരുന്നത് ഒരാളല്ലല്ലോ, ജയിലിൽ വെച്ച് കൂട്ടുകൂടിയ കൂട്ടുകാർ, അതല്ലെങ്കിൽ റോഡിൽ പണിസൈഡിൽ വന്ന് നിൽക്കുന്ന, ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്ന പെണ്ണിനെ കാണുമ്പോ മൊബൈൽ ഫോണിൽ ഒരു ഇര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകൂടി കൂട്ടുകാരല്ലയോ. പാവപ്പെട്ട പെണ്ണിനെ മാനഭംഗം ചെയ്തത്. ഈ ദുനിയാവിൽ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവോ അത് ഒരാൾ തന്നെ ചെയ്യുന്നതല്ല, കൂട്ടുകാര് ദിവസങ്ങളോളം ആലോചിച്ച് ഗൂഢാലോചനയുടെ പദ്ധതി ഉണ്ടാക്കി നടത്തുന്നതാ. എല്ലാ തിന്മയുടെ മുകളിൽ കൂട്ടുകാരുണ്ടെങ്കിൽ മദ്യപിക്കാനും പലിശ മേടിക്കാനും പട്ടച്ചാരായം കുടിക്കാനും നിന്റെ കൂടെ നിന്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി. സഹോദരങ്ങളെ, പൗവല് വയലും കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. 1.5 മണിക്കൂർ ഇവിടെ പ്രഭാഷണം കഴിഞ്ഞ് എന്റെ ബഹുമാനനായ സുഹൃത്ത് മിസ്ബാഹ് യൂസുഫിന്റെ കാറിൽ വരുമ്പോ റെയിൽവേ ക്രോസിന്റെ പുറകില് റെയിൽവേ ക്രോസിന്റെ ഗേറ്റ് തുറക്കുന്നതിനും കാത്തു നിൽക്കുമ്പോ എത്രയോ ചെറുപ്പക്കാരാണ് അവര് ബൈക്കിൽ
2 3 പേരുമായി വഴുത് കേൾക്കാൻ വരുന്നു. അറിയാതെ ചിന്തിച്ചു പോയി, പടുത്തുറപ്പ് ഇവര് നന്മ കേൾക്കാൻ കൂടിയവരാണല്ലോ. പള്ളത്തിൽ അഹമ്മദ് കബീർ വാക്കവിയുടെ വഴുതണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ, പൊന്നുമോനെ നിന്റെ കൂട്ടുകാരനെ വിളിച്ച് ബൈക്കിൽ കയറ്റി വരുമ്പോ അല്ലാഹ് ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണ് നിങ്ങൾ. കാരണം എന്തെന്നറിയോ? തെറ്റിലോട്ട് വിളിക്കുന്നവൻ കൂട്ടുകാരനല്ല, തെറ്റിലേക്ക് ക്ഷണിക്കുന്നവൻ കൂട്ടുകാരനല്ല, മദ്യപിക്കാൻ സഹായിക്കുന്നവൻ കൂട്ടുകാരനല്ല, അവൻ യഥാർത്ഥ കൂട്ടുകാരനല്ല. കാരണം വഴിപഴപ്പിച്ച കൂട്ടുകാരനാരെന്നറിയുമോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പിശാചിന്റെ വാക്ക് കേട്ടപ്പോ പിശാച് വന്നിട്ട് ആദം ഹവ്വാ ദമ്പതികളോട് പറഞ്ഞപ്പോ പിശാചിന്റെ വാക്ക് കേട്ടിട്ട് ആദം നബിയും ഹവ്വാ ബീവിയും പഴം കഴിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക, ഫദല്ലാഹുമാ ബിഗുറൂർ. ആ പിശാച് അവരെ 2 പേരെ ഈ ചതിക്കുഴി തോണ്ടി കൊടുത്തു. അല്ലാഹു പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ഫദല്ലാഹുമാ ബിഗുറൂർ. ആ പിശാച് ആദം നബിയെയും ഹവ്വാ ബീവിയെയും ചതിക്കുഴിയിലേക്ക് പറഞ്ഞു വിട്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആദം നബിയെയും ഹവ്വാ ബീവിയെയും ചതിക്കുഴിയിലോട്ട് പറഞ്ഞു വിട്ടു ഖുർആൻ. ഫദല്ലാഹുമാ ബിഗുറൂർ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാ, അവർക്ക് വഞ്ചനയുടെ വഴി കാണിച്ചു കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, ആദം നബിയെയും ഹവ്വാ ബീവിയെയും പിഴപ്പിക്കാൻ പിശാചെടുത്ത രൂപമേതായിരുന്നു? പിശാചെടുത്ത രൂപമേതാ? ആദം നബിയോട് ഹവ്വാ ബീവിയോടും പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇന്നും കൂട്ടുകാർ ചെയ്യുന്ന പരിപാടി ഇതാ. ഏയ് ഇല്ലാൻ തക്കൂന മലക്കൈനി ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി. ഒരു മാന്ത്രിക മരം നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ, അത് തിന്നാൽ വമുൽക്കില്ലാ യബ്ലാ, തീരാത്ത ഐശ്വര്യം കിട്ടും. ഇന്നും കൂട്ടുകാർ പറയുന്ന ഇതാ. ഒന്നും അറിയാത്ത അവന്റെ അടുക്കൽ വന്നിട്ട് പറയും, ഒരു മാന്ത്രിക വസ്തു നിനക്ക് ഞാൻ തരട്ടെ, അത് നിന്റെ ചുണ്ടിന്റെ അടിയിൽ വെച്ചാ നീ ദുനിയാവിലെ സ്വർഗം നേരിട്ട് കാണും. അവൻ ആദ്യത്തെ പൊതി കഞ്ചാവ് കൊടുക്കും, അല്ലെങ്കിൽ ആദ്യത്തെ അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിശാച് പരത്തിയ അതേ തന്ത്രമാണ് കൂട്ടുകെട്ടിന്റെ ഇടയിൽ. ഒരു ചെറിയ പൊതി അല്ലെങ്കിൽ ഒരു ചെറിയ സിഗരറ്റ്, നീ ഇത് തിന്നു നോക്ക്, ദുനിയാവിലെ സ്വർഗം നീ ഇപ്പൊ കാണും. അവനതെടുത്തിട്ട് ആ സാധനം ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി. അങ്ങനല്ലേ പാവം പിള്ളേർക്കൊന്നും അറിഞ്ഞൂടാ, കഷ്ടം ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ ഈ ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ചുരുട്ടിയിട്ട്, പിന്നെ നമ്മുടെ മക്കളാണ് ഒരു ഗുണമുണ്ട്, പണ്ട് മുതൽ അവന്മാർ ഊതിയ കഴിക്കും, ഒരൊറ്റ ഊതല, അതിൻ്റെ പൊടിയെല്ലാം അങ്ങ് പറന്നു പോകും, എൻ്റെ കട്ടയൊക്കെ അതിനകത്ത് കിടക്കും. അതിങ്ങനെ ചുരുട്ടി എടുത്ത് അതിൻ്റെ ആദാബും ഷർത്തും പറന്നും അനുസരിച്ച് ഈ ചുണ്ടിൻ്റെ ഇടയിലോട്ട് തിരികെ വെച്ചാൽ പിന്നെ മൂപ്പിലാൻ ദുനിയാവിലെ സ്വർഗത്തിലാ. ആരാ തന്നത്? കൂട്ടുകാരൻ. അല്ലാതെ ആകാശത്തിൽ നിന്ന് മഞ്ഞ സൽവ ഇറങ്ങിയത് മാറി ഇറങ്ങിയതല്ലല്ലോ. എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ പഠിച്ചോളീൻ, കൂട്ടുകെട്ട് ആപത്താണ്. എല്ലാ കൂട്ടുകാരെയും ഞാൻ പറഞ്ഞുതരാം. 9 കൂട്ടുകാരുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞ കൂട്ടുകാരാണ്, ഞാൻ പറഞ്ഞ കൂട്ടുകാരല്ല. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ ഉറക്കെ പറയുന്നു, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആദം നബിയെയും ഹവ്വാ ബീവിയെയും ഈ പഴം കഴിക്കാൻ പറഞ്ഞപ്പോ ആദം നബിയും ഹവ്വാ ബീവിയും പറഞ്ഞു, ഓ അങ്ങനെയാണോ, ഇത് കഴിച്ചാൽ അങ്ങനെ മലക്കായി മാറുമോ? ശങ്കിച്ച് നിന്നപ്പോ പിശാച് എന്ത് ചെയ്തു? കൂട്ടുകാരൻ ആദം നബിയും ഹവ്വാ ബീവിയും അല്ലാതെ സംശയത്തോടെ നിൽക്കുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുന്നു, ബഹുമാനപ്പെട്ട ആദം നബിയോട് പിശാച് പറഞ്ഞുവത്രേ, വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. അവരുടെ 2 പേരുടെയും മുമ്പിൽ സത്യം ചെയ്തിട്ട് പിശാച് പറഞ്ഞുവത്രേ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളുടെ ഒരു ആത്മാർത്ഥ കൂട്ടുകാരൻ മാത്രമാ, നിങ്ങൾക്കൊരു നന്മ വരട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, കൂട്ടുകാരെ, ആദ്യമായിട്ട് പിശാച് എടുത്തണിഞ്ഞ രൂപം ആദം നബിയെയും ഹവ്വാ ബീവിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ പിശാച് എടുത്തണിഞ്ഞ രൂപം ഏടെന്നറിയോ? ശത്രുവിന്റെ രൂപമല്ല. ഇന്നീലക്കുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളുടെ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ മാത്രമാ. അള്ളാന്റെ ഖുർആന്റെ ചരിത്രം പഠിക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് കൂട്ടുകാരന്റെ രൂപത്തിലാണെങ്കിൽ എന്റെ ശബ്ദം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എപ്പോഴും അള്ളാന്റെ സ്വർഗത്തിൽ നിന്ന് നിന്നെ
പുറത്താക്കുന്നത്. ആ സ്വർഗത്തിന്റെ കവാടത്തിലോട്ട് കടന്നു ചെല്ലാൻ നിന്നെ അനുവദിക്കാത്ത രൂപത്തിൽ ജീവിതത്തിൽ നിന്നെ വഴിതെറ്റിക്കുന്നത് അത് നിന്റെ ആത്മാർത്ഥ കൂട്ടുകാരനായിരിക്കും. ആത്മാർത്ഥ കൂട്ടുകാരനാ മനുഷ്യനെ ആദ്യം ചതിച്ചതെങ്കിൽ അള്ളാന്റെ ഖുർആന്റെ വാക്ക് പാടാവുകയില്ല. ലോകത്തെല്ലാവരും പറയുന്നതെന്താ? ഓരോ മാതാപിതാക്കളും പറയുന്നതെന്താ? ഉസ്താദേ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ എന്റെ മകൻ നല്ല സ്വഭാവമായിരുന്നു, അവൻ ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകുമായിരുന്നു. +2 പോയപ്പോ, കോളേജിന് പോയപ്പോ, എഞ്ചിനീയറിംഗിന് പോയപ്പോ അവന് കുറെ കൂട്ടുകാരെ കിട്ടി, അവൻ വഴിപടച്ചു പോയി ഉസ്താദേന്ന് എത്രയോ ആളുകൾ പറയുന്നുണ്ട്. 1000 ചീന്നതകൾക്ക് വേണ്ടി, 1000 അശ്ലീലതകൾക്ക് വേണ്ടി ഖുർആനിലെ കൂട്ടുകാരെ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാ. സഹോദരങ്ങളെ, കൂട്ടുകെട്ട് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഖുർആൻ എന്ന് പറഞ്ഞത് നിങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ. ലോകത്ത് ഏറ്റവും കൂട്ടുകാരാണ് നിന്നെ വഴിതെറ്റിക്കൊണ്ടതെങ്കിൽ, 7 പെൺമാണിപത്തിന്റെ നടുവിൽ കൂട്ടുകാരാണെങ്കിൽ, സഹോദരങ്ങളെ, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ ഞാൻ 1 മാസത്തിന് മുമ്പ് പ്രഭാഷണത്തിന് വരുമ്പോ രാവിലെ കേട്ട വാർത്ത എന്താണെന്നറിയോ? അങ്ങകലെ തമിഴ്നാട്ടിൽ നിന്ന്, അങ്ങകലെ പശ്ചിമ ബംഗാളിൽ നിന്ന് 17 വയസ്സുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി, പശ്ചിമ ബംഗാളിയായ 17 വയസ്സുകാരി പെൺകുട്ടി അവളുടെ കാമുകനെ അന്വേഷിച്ച് കേരളത്തിൽ വന്ന് കേരളത്തിലെ പട്ടാമ്പിയിൽ വന്നു. അവളുടെ സഹോദരിയുടെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്ത് ജോലി എന്നറിയോ? സമ്പന്ന വർഗത്തിന്റെ വസ്ത്രം ഇസ്തിരിയിട്ട് കൊടുക്കുന്ന ജോലി. പാവപ്പെട്ട തമിഴനായ മനുഷ്യന്, ബംഗാളിയായ 17 വയസ്സുകാരി ഒരു തമിഴനാണ് അവളുടെ പെങ്ങളെ, അവളുടെ സഹോദരിയെ വിവാഹം തേടട്. ഏതോ ഒരു കൂട്ടുകാരന്, ഒരു കാമുകൻ അവളെ ബംഗാളിൽ നിന്ന് വഞ്ചിച്ചു അത്രേ. അവൻ അവിടെ നിന്ന് കേരളത്തിലോട്ട് കടന്നു. തന്നെ പ്രേമ വാഗ്ദാനം നൽകി വല്ലാതെ കടന്നുപോയ കാമുകനെ തേടി 17 വയസ്സുകാരിയായ പാവപ്പെട്ട ബംഗാളി പെൺകൊട് അവളെ പട്ടാമ്പിയിൽ വരുമ്പോ അവളുടെ സഹോദരി ഭർത്താവ് കാമുകനെ കുറിച്ച് അന്വേഷിക്കുമ്പോ അവൻ തമിഴ്നാട്ടിലോട്ട് കടന്നു കളഞ്ഞു. ഒരു കൂട്ടുകാരിയെയും കൂട്ടി, തന്റെ ഈ സഹോദരിയുടെ അനുജത്തിയെയും കൂട്ടി ആ പാവപ്പെട്ട തമിഴ് നാട്ടുകാരന്, സമ്പന്ന വർഗത്തിന്റെ വസ്ത്രം ഇസ്തിരി കൊടുത്ത തമിഴ്നാട്ടുകാരന്, അവൻ അവളെയും കൂട്ടി തമിഴ്നാട്ടിൽ പോയി. അവിടെ പോയി കാമുകനെ അന്വേഷിച്ച് കണ്ടില്ല. സന്ധ്യാസമയത്ത് തിരിച്ചു വരുമ്പോ, കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ, വനമേഖലയിലൂടെ തിരിച്ചു വരുമ്പോ, സഹോദരങ്ങളെ, ഷോളയാർ വനത്തിന്റെ നടുവിലുള്ള മലമ്പാതയിലൂടെ വരുമ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയി. കടന്നു വരാൻ മാർഗമില്ല, വാഹനമില്ല. കാട്ടുപാതയുടെ നടുക്ക്, മലമാതയുടെ നടുക്ക്, നിബിഡ വനത്തിന്റെ നടുവിലുള്ള കാട്ടുപാറയിൽ ആ പാവപ്പെട്ട 17 വയസ്സുകാരി പെണ്ണും അവളുടെ സഹോദരി ഭർത്താവായ തമിഴനായ ചെറുപ്പക്കാരനും കാത്തു നിൽക്കുമ്പോ ഒരു നാഷണൽ പെർമിറ്റ് ലോറി വന്നു. ആ ലോറിയുടെ മുമ്പിൽ 3 ചെറുപ്പക്കാർ ആശയോടെ കൈനീട്ടി കാടിന്റെ നടുവിൽ അകപ്പെട്ടു പോയി. പാവങ്ങൾ, ദിശയറിയില്ല, വടിയറിയില്ല, അന്യനാട്ടുകാർ. അവര് കൈനീട്ടി ആ ലോറിയിൽ ഇരിക്കുന്നവരെ തങ്ങൾക്കൊന്ന് വഴി കാണിച്ചു തന്നിരുന്നെങ്കിൽ, അവരെ തങ്ങളൊന്ന് നാട്ടിലെത്തിച്ചിരുന്നുവെങ്കിൽ. 17 വയസ്സുകാരി പെണ്ണിനെ കണ്ടപ്പോ അവര് വാഹനം നിർത്തി. ആ പാവപ്പെട്ട 2 പേരെ വാഹനത്തിൽ കയറ്റി ഹിംസ്രജന്തുക്കളെ തിങ്ങിപ്പാർക്കുന്ന വനത്തിലൂടെ ആ വാഹനം നടന്നു പോകുമ്പോ, സഹോദരങ്ങളെ, ആളൊടിഞ്ഞ വനത്തിന്റെ ഭാഗത്തെത്തുമ്പോ ആ 3 പേര്, ഡ്രൈവറിൽ ഒരാൾ മൊബൈൽ ഫോൺ എടുത്ത് വേറൊരുത്തനെ വിളിക്കുന്നത് കണ്ടു. ഭാഷ അറിയാത്തത് കൊണ്ട് തിരിച്ചറിഞ്ഞില്ല. മലയാള ഭാഷയിൽ അവൻ പറഞ്ഞതെന്തെന്ന്, മൊബൈൽ ഫോണിലൂടെ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞതെന്തെന്ന് ആ പാവപ്പെട്ട പെണ്ണ് തിരിച്ചറിഞ്ഞില്ല. നമ്മുടെ ഈ പച്ച മലയാളത്തിൽ നടന്ന കഥയാണ് പറയുന്നത്. എന്തിനാണ് ഖുർആനിലെ കൂട്ടുകാരെന്ന് ചോദിച്ചാ മറുപടി പറയും, അതിനെ കുറിച്ചേ പറയാൻ പാടുള്ളൂ. അതാണ് ഈ സമൂഹത്തോട് പറയേണ്ടത്. സഹോദരങ്ങളെ, നിബിഡവനത്തിലെത്തിയപ്പോ, ആളുകൾ പാർക്കാത്ത നിബിഡവനത്തിലെത്തിയപ്പോ ആ പാവപ്പെട്ട തമിഴ്നാട്ടുകാരനെ 2 കൈയും 2 കാലും കെട്ടി അവനെ ലോറിയുടെ ക്യാബിനിൽ ഇട്ടിട്ട് താക്കോല് കൊണ്ടുപോയി. 17 വയസ്സുള്ള ബംഗാളി പെൺകൊടിയെ 3 പേരും താങ്ങിയെടുത്തു കൊണ്ടുപോയി. ആരും കാണാത്ത വനത്തിന്റെ നടുവ്, കാരണച്ചോലയുടെ നടുവ് ആ 3 പേർ ഈ പാവപ്പെട്ട പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി മലത്തിക്കിടത്തി മാനഭംഗം ചെയ്യുമ്പോ ഓരോരുത്തരായി അർത്ഥമറിയാത്ത ഭാഷയിൽ പാവപ്പെട്ട നിഷ്കളങ്ക 17 നിലവിളിക്കുമ്പോ ഓരോരുത്തരായി അവളെ കടിച്ചു മുറിച്ചിട്ട് ആ പാവപ്പെട്ട പെണ്ണിന്റെ മാനം ചിന്തുമ്പോ ആ പാവപ്പെട്ട
മണ്ണിന്റെ വസ്ത്രമൂരി മാറുമ്പോ കാട്ടില് താമസിക്കുന്ന കാട്ടാന പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ, കുറുക്കം പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ, ഷോളയാറ് വനത്തിലെ കുറുനരി പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ. കുറുനരികൾ ഇങ്ങനെ അക്രമം കാണിക്കാറില്ല, കാട്ടാന ഇങ്ങനെ പിടിയാണ് ഇങ്ങനെ മാനം കെടുത്താറില്ല, കാട്ടുപുലിയും ചെമ്പുലിയും ഇങ്ങനെ മട്ടരുത്തന്റെ പച്ചമാംസം കത്തിപ്പിടിക്കാറില്ല. സഹോദരങ്ങളെ സഹോദരങ്ങളെ 3 പേര് മാറി മാറി ആ 17 വയസ്സുകാരിയെ മാനഭംഗപ്പെടുത്തി അവളുടെ ഉടുതുണി വലിച്ചെറിഞ്ഞു. അവസാനം ആ പെണ്ണ് എഴുന്നേറ്റോടുമ്പോ വനാന്തരത്തിലൂടെ ഒരാശ്രയം തേടി ഓടുമ്പോ അങ്ങകലെ നിന്നൊരു ബൈക്കിന്റെ വെളിച്ചം കണ്ടു. ഏതെങ്കിലും ഒരു സഹായിയാണെന്ന് കരുതി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഓടിച്ചെന്ന ആ പെണ്ണിന്റെ മുമ്പിൽ ബൈക്ക് നിന്നു. ഒരു സിനിമയുടെ കഥയല്ല ഞാൻ പറയുന്നത്, ഒരു റൊമാൻറ്റിക് ഭാവനയല്ല പറയുന്നത്. ആ ബൈക്കിൽ വന്നവൻ രക്ഷകനാകുമെന്ന് കരുതിയപ്പോ ആ ബൈക്കിൽ വന്നതാരെന്നറിയുമോ? ഇരയെ കെട്ടിയപ്പോൾ ലോറി ഡ്രൈവർ ഫോണിൽ വിളിച്ചു വരുത്തിയ കൂട്ടുകാരൻ. എനിക്കൊരുത്തിയെ കെട്ടിയിട്ടുണ്ട്, പങ്കുവെക്കാൻ വരാൻ പറഞ്ഞപ്പോ നാട്ടിലിരുന്ന കാട്ടുമൃഗം, അവന്റെ പേര് സുധീർ എന്നാണ്, അവനാണ് വന്നത് ഇരയെ പങ്കുവെക്കാൻ. അവനും പിടിച്ചു നിർത്തി സഹായിയാകുമെന്ന് കരുതി നിലവിളിച്ചവൻ പിടിച്ചു കെട്ടിയവളെ മാനം ചെയ്യുമ്പോ ഉടുതുണി വലിച്ചെറിഞ്ഞു പെണ്ണിനെ പരിപൂർണ വസ്ത്രയായി 4 പേര് പിച്ചു ചിന്തിയ ആ പെണ്ണ് നാട്ടിലൂടെ ഭ്രാന്ത് പോലെ ഓടുമ്പോ നിലവിളി കേട്ട ഏതോ അയൽവക്കക്കാരാണ്, നിലവിളി കേട്ട ഏതോ അയൽവക്കക്കാരാണ് ഓടി ചെല്ലുമ്പോൾ നൂൽബന്ധമില്ലാതെ കടിച്ചു പറിച്ച ചുണ്ടുകളുമായി ശരീരവുമായി പൊട്ടിക്കരയുന്ന പെണ്ണ് ആരോ മറയ്ക്കാൻ വസ്ത്രം കൊടുത്തു. എന്റെ പൊന്നു സഹോദരങ്ങളെ, ബംഗാളിയായ 17 വയസ്സുള്ള പെണ്ണിനെ കാണണോ? കാസർഗോഡുകാരെ കാണണോ? പട്ടാമ്പി ഗവൺമെന്റ് ഹോസ്പിറ്റലില് മാനസിക നില തകരാറിലായി ഭ്രാന്തിയെ പോലെ ആ 17 വയസ്സുകാരി. ആരാണ് ചെയ്തത്? ഒരു പെണ്ണിനെ കിട്ടിയപ്പോ വരാൻ പറഞ്ഞ് മൊബൈൽ ഫോണിൽ കൂട്ടുകാരനെ വിളിച്ചു. ആ കൂട്ടുകാരൻ പങ്കുവെച്ചപ്പോ സഹോദരങ്ങളെ കൂട്ടുകെട്ടാണ് തകർത്തത്, കൂട്ടുകെട്ടാണ് തകർത്തത്. എല്ലാ തിന്മയുടെ മകളിലും കൂട്ടുകെട്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന പള്ളത്തെ പ്രിയപ്പെട്ട പെങ്ങളെ, നല്ലവരോട് കൂട്ടുകൂടാവൂ, എല്ലാവരുമായി കൂട്ടുകൂടാൻ പാടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ പെങ്ങളെ, കേരളത്തിൽ നടന്ന എത്രയോ പെൺവാണിഭങ്ങളുണ്ട്. കിളിരൂര് പെൺവാണിഭം, കവിയൂര് പെൺവാണിഭം, വിതിര പെൺവാണിഭം. 15 വയസ്സ് പ്രായമുള്ളപ്പോ സീരിയലിൽ അഭിനയിക്കുന്ന സ്വപ്നമായി പൂമ്പാട്ടകളോട് സ്വപ്നം പറഞ്ഞ അവസാന കോട്ടയം മെഡിക്കൽ കോളേജിൽ 85% കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടന്ന നിന്റെ കിളിരൂരിലെ ശാരിയെ വീട്, കവിയൂരിലെ അനഘയെ വീട്. കിളിരൂര് പെൺവാണിഭ കേസിൽ കോടതി ശിക്ഷിച്ചു. ആരാണ് 15 വയസ്സുള്ള പെണ്ണിന് 70 പേർക്ക് പിച്ച് ചിന്നാൻ കൊടുത്തതെന്നറിയോ? ആ നാട്ടിലെ കാമുകന്മാരല്ല, അവളുടെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിലേതായ നായരാണ്. ആരാണ് കൊടുത്തത്? അവളുടെ അമ്മയുടെ കൂട്ടുകാരി. ആ കൂട്ടുകാരിയാണ് പ്രലോഭിച്ചിട്ട് കൊടുത്തത്. ഏത് പെൺവാണിഭത്തിന്റെ കഥ എടുത്തു നോക്കോ. ഒരു പെണ്ണിനെ കൂട്ടിക്കൊടുത്തത് ആണല്ല, അവരുടെ കൂട്ടുകാരിയാണ്, അവളുടെ കൂട്ടുകാരിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, പിശാച് നിന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഒരാത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് കൂട്ടുകെട്ട് പ്രധാനമാണ്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോ പൊന്നു ചെറുപ്പക്കാരെ, നരകത്തിലോട്ട് കൊണ്ടുപോകുന്ന പരലോകത്ത് വളച്ചു കളയുന്ന കൂട്ടുകാര് നിനക്ക് വേണ്ട. അല്ലാഹു നല്ല കൂട്ടുകാരെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാ? ഉമർ റളിയല്ലാഹു തആല ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉബയ്യെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാ? അപ്പോൾ ഉബയ്യ് റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ എന്ന് ഓർമ്മിപ്പിക്കാതെ നിനക്ക് വേണ്ടി അറിഞ്ഞു ദുആ ചെയ്യുന്നവനാരോ അവനാണ് നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയാതെ തന്നെ ഓർത്ത് ദുആ ചെയ്യുന്നവൻ അവനാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ഞാനാ. അല്ലെ ഇന്നലെ എറണാകുളത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഞാൻ ദുആ ചെയ്തത്? അപ്പോൾ നിങ്ങൾ എൻ്റെ നല്ല കൂട്ടുകാരനാവണം. ആവോ? അങ്ങനെയാണ്. നിങ്ങൾ ഈ വാത് കഴിഞ്ഞ് ഉസ്താദെ കബീർ ഉസ്താദിന് ആരോഗ്യം കിട്ടണം അവസാനമൊക്കെ നിങ്ങൾ ആരെങ്കിലും പറയണ്ട. കൊണ്ട് നല്ല കൂട്ടുകാരുണ്ട്. അള്ളാഹു നല്ല കൂട്ടുകെട്ടിൽ പെടുത്തട്ടെ. ഒരുമിച്ച് കൂടെ നല്ല കൂട്ടുകാർ ജീവിച്ചിരിക്കുന്നിടത്ത് ബറക്കത്തുണ്ടാവും, മോശമായ കൂട്ടുകാർ ജീവിച്ചിരിക്കുന്നിടത്ത് അദാബുണ്ടാകും. ഖുർആൻ, രണ്ടും ഖുർആനാണ്. പക്ഷെ അത് ഓരോന്നോരോന്നായിട്ട് പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ.
അതുകൊണ്ട് ഖുർആൻ ആദ്യം പറയുന്നു പിശാച് മനുഷ്യനെ ചതിച്ചത് കൂട്ടുകാരന്റെ രൂപത്തിലാ. അതുകൊണ്ട് സഹോദരങ്ങളെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. എന്ത് കൂട്ടുകാരെ? നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. ഒരാൾക്ക് നല്ല കൂട്ടുകാരെ കിട്ടി, പക്ഷെ അത് കൈവെള്ളയിൽ കിട്ടിയിട്ട് അവൻ കളഞ്ഞു. ഖുർആനിൽ 3 ആയത്തിറങ്ങിയത് അവന്റെ പേരിലാണ്. ഒരു നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ പറ്റി, അവസരം കിട്ടി, പക്ഷെ ആ നല്ല കൂട്ടുകാരെ തള്ളിക്കളഞ്ഞവൻ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹതഭാഗ്യവാൻ എന്ന അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കി. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഖുർആൻ കൂട്ടുകെട്ടിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒരു നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ പറ്റി, അവസരം പ്രയോജനപ്പെടുത്തിയില്ല, അവൻ നാളെ ആഖിറത്തിൽ കൈ കടിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ പൊന്നു സഹോദരിമാരെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, എല്ലാരോടും കൂട്ടുകൂടാൻ പാടില്ല. കേരളത്തിലെ ഏത് പെൺവാണിപ്പത്തിന്റെ കഥ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളി. ഏത് പെണ്ണിനെയും കൂട്ടിക്കൊടുത്താൽ അവളുടെ കൂട്ടുകാരിയാ അല്ലേ? ആണല്ലോ കൂട്ടിക്കൊടുത്തത്. ചുമ്മാ പെണ്ണുങ്ങളെ ഇങ്ങനെ വിട്ടിട്ട് വീട്ടിലിരുന്ന കാര്യം പോകും. അവള് വേറെ എവിടെയെങ്കിലും പോകും. നമ്മൾ പള്ളത്തെ പള്ളിയിൽ കരുതിട്ട് ഇന്ന പോലെ റജീകിലെ കാതറെന്നും പറഞ്ഞിരിക്കേണ്ടി വരും. കൂട്ടുകെട്ടിനെ ഖുർആൻ വളരെ വിശാലമായി പറയുന്നുണ്ട്. നിങ്ങൾ എന്താ കരുതിയത്? ഇതൊരു വിശാലമായ വിഷയമല്ലേ? എത്ര പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നത്? എത്ര പെൺവാണിഭമാ നടക്കുന്നത്? എത്ര കുടുംബമാ തകരുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സ്ത്രീകളെ പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോളീൻ. എല്ലാ പെണ്ണുങ്ങളോടും കൂട്ടുകൂടിക്കൂടാ. കൂടാവോ? എല്ലാ പെണ്ണുങ്ങളോടും കൂട്ടുകൂടാൻ പാടില്ല. ഖുർആൻ സൂറത്തുൻ നൂർ, ഞാനീ പറയുന്ന മുഴുവനും ഖുർആനാണ്. ഒരു പെണ്ണോട് ആരോടൊക്കെ സഹവസിക്കാം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇല്ലാലി ബുഊലത്തിഹിന്ന ഔ ആബായി ബുഊലത്തിഹിന്ന ഔ അബിനായി ബുഊലത്തിഹിന്ന ഔ ബനീ ഇഖ്വാനിഹിന്ന ഔ ബനീ അഖവാത്തിഹിന്ന ഔ നിസായിഹിന്ന. നന്നായിട്ട് കേട്ടോളി സഹോദരിമാര്, ലോകത്ത് മുഴുവനും അപകടത്തിന്റെ കഥകൾ കേൾക്കുകയാണ്. ദീനുള്ള വീട്ടിലെ പെണ്ണുങ്ങളും അവസാനം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു പെണ്ണ് ആരോടൊക്കെ കൂട്ടുകൂടാം? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, മുഖവും മുൻകൈയും കാണിച്ച് നിനക്ക് സഹകരിക്കാം. നിന്റെ ഭർത്താവിന്റെ അടുക്കൽ കുഴപ്പമില്ല, ഭർത്താവിന്റെ പിതാവിന്റെ അടുക്കൽ കുഴപ്പമില്ല, ആ ഭർത്താവിന്റെ മക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. ഓ പെങ്ങളെ, നിന്റെ സഹോദരന്റെ ആൺമക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. നിന്റെ സഹോദരിമാരുടെ ആ മക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഖുർആൻ പറയുന്ന വാക്ക് എന്നെ കേൾക്കാനത്തെ സഹോദരിമാരോട് പറയട്ടെ. അല്ലാഹ് പറയുന്നു, എല്ലാ പെണ്ണുങ്ങളോട് കൂട്ടുകൂടി കൂടാ. നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളുടെ അടുക്കൽ എല്ലാ പെണ്ണുമായിട്ട് കൂട്ടുകൂടരുത്. എല്ലാ പെണ്ണിനെയും വീട്ടിൽ കയറ്റല്ലേ. നിന്നെ പോലെയുള്ള പെണ്ണുങ്ങൾ, നിന്നെ പോലെ തഖ്വയുള്ള, നിന്നെ പോലെ അള്ളാനെ പേടിയുള്ള സ്ത്രീകളുമായിട്ടേ കൂട്ടുകൂടാവൂ. നാട്ടിലെ വഴിപടച്ച പെണ്ണുമായി, നാട്ടിലെ വ്യഭിചാരി പെണ്ണുമായി, അന്യപുരുഷനുമായി മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന പെണ്ണുമായി നിങ്ങളുടെ പെണ്ണുങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല. ആരാ പറഞ്ഞത്? 14 നൂറ്റാണ്ട് മുമ്പ് സർപ്പം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത് പോലെ ചെമ്മൻ പാതകൾ നിറഞ്ഞ മക്കാ മരുഭൂമിയിലേക്ക് കടന്നു വന്ന ലോകത്തിന്റെ തിരുദൂതരെ അള്ളാന്റെ റസൂൽ ഓതി പറഞ്ഞ ഖുർആൻ, വായിക്കാൻ അറിയാത്ത വ്യക്തി വായിച്ചു പറഞ്ഞ നിത്യവിസ്മയമായ ഖുർആൻ. ആ ഖുർആനാണ് പറഞ്ഞത്, കിളിരൂര് പെൺവാണിഭം നിർത്തി, കവിയൂര് പെൺവാണിഭം നിർത്തി. ഈ ആയത്ത് 1000 വട്ടം പറയട്ടെ. ദീനീ ബോധമില്ലാത്ത പെണ്ണുങ്ങളുമായി, ആ നാട്ടിലെ വഴിപടച്ച പെണ്ണുങ്ങളുമായി, അന്യപുരുഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ പെണ്ണുമായിട്ട് കണ്ണു കൂട്ടുകൂടല്ലേ. സഹോദര രക്ഷകർത്താക്കളെ, നിങ്ങളുടെ പെണ്ണുങ്ങളെ, പെൺമക്കളെ മോശമായ പെണ്ണുങ്ങളുമായി കൂട്ടുകൂടാൻ അനുവദിക്കരുത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈജിപ്തിലെ ഗവർണറായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി, അംറേ, മിസ്രിലെ ദീനുള്ള തഖ്വയുള്ള പെണ്ണുങ്ങൾ, ആ നാട്ടിലെ വഴിപടച്ച പെണ്ണുങ്ങളുമായി കുളിക്കടവിൽ പോകുന്ന വാർത്ത ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വഴിപടച്ച പെണ്ണുങ്ങളുമായി കുളിക്കടവിൽ പോകരുതെന്ന് മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ പെൺമക്കളുടെ കൂട്ടുകെട്ട് നിയന്ത്രിക്കണം. അവളാണ്
ദീനാണ് വഴി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറയുന്ന നല്ല കൂട്ടുകാരെ പാടുള്ളൂ, നല്ല കൂട്ടുകാരെ പാടുള്ളൂ, നല്ല കൂട്ടുകാരെ പാടുള്ളൂ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ഒരു നല്ല കൂട്ടുകാരനെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞു. ഈ യുവാക്കൾ ഒരുമിച്ച് കൂടിയത് നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഈ യുവാക്കൾ ഒരുമിച്ച് കൂടിയത് നല്ലതിന് വേണ്ടിയല്ലേ? അവരെ നല്ല കൂട്ടുകാരല്ലേ? ആ കൂട്ടുകെട്ട പള്ളം പ്രദേശത്തിന്റെ ഈ കൂട്ടുകാർ അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഈ കാസർഗോഡ് എനിക്ക് എത്രയോ കൂട്ടുകാരുണ്ട്. ഒരു 4 കൂട്ടുകാരെ എനിക്കറിയാം. ഉസ്താദേ, ഏറ്റവും വലിയ തെറ്റിലോട്ട് കടന്നു പോകുന്ന, മദ്യവും പെണ്ണും കൺമുന്നിൽ കിടക്കുന്ന ഗോവ നഗരത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതേവരെ ഉസ്താദെ അള്ളാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ദീനിന്റെ പേരിൽ കൂട്ടുകൂടിയ 4 കൂട്ടുകാർ. സഹോദരങ്ങളെ, എന്റെ വീട്ടിലോട്ട് സഞ്ചരിക്കുന്ന 12 മണിക്കൂറിന്റെ ഉള്ളിൽ അവരെന്നോട് പറഞ്ഞു, ഉസ്താദേ, ദീനിനു വേണ്ടി ഞങ്ങൾ ചേർന്ന് നിന്നവരാ. മരണം വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അവരുടെ ബിസിനസ്സിൽ, അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. മക്കളെ, കൂട്ടുകൂടിയാൽ അത് നന്മയ്ക്ക് വേണ്ടി കൂട്ടുകൂടണം, അത് നല്ലതിനു വേണ്ടി കൂട്ടുകൂടണം, അത് നല്ലതിനു വേണ്ടി കൂട്ടുകൂടണം. നല്ല കൂട്ടുകാരെ കിട്ടുമായിരുന്നിട്ട് ആ മഹാസൗഭാഗ്യം വലിച്ചെറിഞ്ഞവന് അവന്റെ അവസ്ഥയെ കുറിച്ചാണ് അള്ളാന്റെ ഖുർആൻ അടുത്തു പറയുന്നത്. ഏത് കൂട്ടുകാരനെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ സലാത്താണ് സദസ്സിന്റെ ശക്തി. ഞാൻ തന്നെ വലിയ ക്ഷീണിതനാണ്. അതിനിടയിൽ സദസ്സിന്റെ ശക്തി എന്താ? സലാത്താണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ വലിയ മഹാമാരൊക്കെ കിടന്നുറങ്ങുന്ന സ്ഥലമാണ്. അവിടെ സലാത്തില്ല. പിന്നെ എവിടെയുള്ളത്? തങ്ങളുപ്പാപ്പ കിടന്നുറങ്ങണ മണ്ണല്ലേ? മാലിക് ദീനാറിന്റെ മണ്ണല്ലേ? റളിയല്ലാഹു അൻഹു. അവിടെ സലാത്തില്ല. പിന്നെ ഇതെന്താ ഉള്ളത്? ഇവിടെയല്ലേ സലാത്ത് ഉണ്ടാവേണ്ടത്. ഇത് നമ്മുടെ ചക്കര ബസാർ മാതിര. പേര് ചക്കര ബസാർ എന്നാണെങ്കിൽ ഒരു തുള്ളി ചക്കര അവിടെ നിന്ന് കിട്ടിയില്ല. പേര് ചക്കര ബസാർ എന്നാണ്, പക്ഷെ അവിടെ ചക്കര കിട്ടുമോ? നമ്മുടെ തിരിച്ചറിയൽ കാർഡ് മാതിരി. അതിന്റെ പേര് തിരിച്ചറിയൽ കാർഡ് എന്നാണ്, പക്ഷെ അതിനകത്ത് നോക്കിയാൽ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റും. സ്വന്തം ബാപ്പാനെ തിരിച്ചറിയാൻ പറ്റില്ല. അതിനകത്ത് നോക്കിയാൽ തിരിച്ചറിയൽ കാർഡ്, പേര് തിരിച്ചറിയൽ. ഇപ്പൊ ചക്കര ബസാർ. ഞാനൊന്ന് ഉച്ചയ്ക്ക് അവിടെ പോയി. ഞാൻ തന്നെ വലിയ സന്തോഷം. എന്താ സ്നേഹം അവിടുത്തെ ആളുകളുടെ. ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ദുആ. ചക്കര ബസാറിലെ അള്ളാഹു നല്ല ബറക്കത്ത് കൊടുത്തിട്ട് അവിടുത്തെ കച്ചവടക്കാർ ധാരാളം പേര് പറഞ്ഞു, ഉസ്താദെ കച്ചവടമൊക്കെ മോശമാണ്, കടവാണ്. അള്ളാഹു ആ പാവങ്ങൾ പൊരി വെയിലത്തിരുന്ന് കച്ചവടം ചെയ്യണവരാണ്. അള്ളാഹു നല്ല ബറക്കത്ത് കൊടുക്കട്ടെ, ഐശ്വര്യം കൊടുക്കട്ടെ. അള്ളാഹു അവരുടെയൊക്കെ ബിസിനസ്സിൽ അള്ളാഹു എല്ലാവിധ അഭിവൃദ്ധിയും കൊടുത്ത് കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. നല്ല ചെറുപ്പക്കാർ കുട്ടികളാണ്, നല്ല ചെറുപ്പക്കാർ കുട്ടികളാണ്. ഇവിടെ നോക്ക് ചെറുപ്പക്കാരെ, കാസർഗോഡുകാരെ എല്ലാ കാര്യത്തിലും മുമ്പന്തിയിലാണ്. എല്ലാ കാര്യത്തിലും. എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ ഇങ്ങനെ കൂട്ടുകെട്ടിയെടുത്ത് എന്തുവാ? ആർജയാ? ഇതാണ് DJ. ഇവിടെ ഒരു കാതിലൊരു കടുക്കനിട്ട് എല്ലാ ആഭാസവും നിന്റെ കയ്യിലുണ്ട്. പൊന്നുമോനെ, കൂട്ടുകാര് നല്ലതാവണം. ആഭാസം നടത്താൻ വേണ്ടി കൂട്ടുകൂടരുത്. കാസർഗോഡ് എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. തക്കുവയുണ്ട്, നരകമുണ്ട്. എല്ലാത്തിനും മുമ്പന്തിയില്ല, എല്ലാത്തിനും മുമ്പന്തിയില്ല. അള്ളാഹു തന്ന ആയുസ് അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കണം. എന്ത് ചെയ്താലും, ലോകത്ത് എന്തുണ്ടായാലും അത് കാസർഗോഡുകാരെ ഏറ്റെടുക്കും. അമേരിക്കയിൽ ഒരു പുതിയ ഫാഷൻ ഇറങ്ങി, അത് ആദ്യം ഏറ്റെടുത്ത കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരാ, ചാവക്കാടുകാര് കുട്ടികൾ. അമേരിക്കയിൽ ഒരു പുതിയ ഫാഷൻ ഇറങ്ങി. അത് ഫാഷൻ ഒന്നുമല്ല, അത് വന്ന പടി ഞാൻ പറയാം, പക്ഷെ അത് അതേപടി ഏറ്റെടുത്തു കേരളത്തിലെ ചാവക്കാടുകാര് ചെറുപ്പക്കാര്. എന്താണെന്നറിയോ പുതിയൊരു ഫാഷൻ എന്ന് പറഞ്ഞ? പാന്റ് അവന്റെ ഈ ഇടുപ്പില്ലേ, അതിനെ താഴേക്ക് വലിച്ചിടും. അതിന്റെ ഉള്ളിൽ ഒരു നല്ല ഒരു സാധനമുണ്ട്, ജോക്കിയുടെ ഇന്നർ വെയർ. അത് വെളിയിൽ കാണിക്കും. 250 റുപ്യ സാധനം. കാസർഗോഡുകാർ ആദ്യം ഉണ്ടാക്കിയത് അല്ലേ? കാസർഗോഡുകാർ ചെറുപ്പക്കാർ ആദ്യം ഉണ്ടാക്കിയത്. പാന്റ് താഴേക്ക് വലിച്ചിടുക, അതിന്റെ അകത്തൊരു സാധനമുണ്ട്, ജോക്കിയുടെ ഇന്നർ വെയർ. 250 റുപ്യ സാധനം. അത് വെളിയിലോട്ട് ഇട്ടുകൊണ്ട് നടക്കുക. ആദ്യമായിട്ട് ചാവക്കാട് കുട്ടികൾ ഇറക്കി, കാസർഗോഡുകാർ ഏറ്റെടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ ഫാഷൻ എവിടെ നിന്ന് വന്നതാണെന്നറിയോ? അമേരിക്കയിലെ ജയിലിൽ സ്വവർഗരതിക്കാരായ തടവുകാർ അവരുടെ ഇണകളെ ആകർഷിക്കാൻ വേണ്ടി അടയാളമായി കാണിച്ചതാണ് ഈ വസ്ത്രം താഴോട്ടുരിഞ്ഞിട്ടത്. അത് ഫാഷനായിട്ട് തിരഞ്ഞെടുത്തു കാസർഗോഡ് ചെറുപ്പക്കാർ. ഇല്ലേ? എന്നെ കല്ലെറിഞ്ഞിട്ട് ഒരു കാര്യമില്ല പൊന്നുമക്കളെ, ഞാൻ പറയും. നിങ്ങൾ എന്നെ തുറച്ചു നോക്കിയിട്ട് കാര്യമില്ല. അടിവസ്ത്രം വെളിയിൽ കാണിക്കുന്ന സംസ്കാരം എല്ലാത്തിനുമുണ്ട്. ഇത് അമേരിക്കയിലെ ജയിലിൽ സ്വവർഗരതിക്കാരുണ്ടാക്കിയതാണ്.
അതെങ്ങനെ നെറ്റിലൂടെ വെളി വന്നു, അതൊരു ഫാഷനായി. എന്താ കഥ? പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റുമോ? ചെറുപ്പക്കാര് പിള്ളേർ സുജൂതി പോയാൽ പുറകിൽ നിന്നാ കമ്പനി വായിക്കാം. ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കാറിൽ പോവാണ്, എൻ്റെ ഭാര്യയായിട്ട്. തൊട്ട് ഫ്രണ്ടിൽ 2 പിള്ളേർ ബൈക്കിൽ പോകണം, മറ്റേ യമഹാടെ R15 അതിൻ്റെ ബാക്കിലൊരുത്തൻ കയറിയിരുന്ന അർഷൻ്റെ മുകളിൽ ഇരിക്കണ ഭാര്യ, R15 മുകളിൽ കയറിയിരുന്ന. അപ്പോൾ ഒരുത്തൻ ഓടിക്കുന്നു, ഒരുത്തൻ ബാക്കിൽ ഇരിക്കുന്നു. അവൻ ഇങ്ങനെ പിടിച്ചപ്പോൾ ഒരു ഷോർട്ട് കട്ട് ഷർട്ട് മേലോട്ട് പൊന്തി, പാൻറ് താഴോട്ടിറങ്ങി. അവൻ ഇട്ടിരിക്കണ ഇന്നർ വെയർ ഫുള്ളായിട്ട് വെളിയിൽ കാണാം. എൻ്റെ ഭാര്യ കാറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഞാൻ ആകെ ഉരുകിപ്പോയി. എന്താ ചെയ്യുക? എൻ്റെ ഭാര്യ ശ്രദ്ധിച്ചില്ല, അവളെന്തോ വെളിയിലോട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇവനാണ് മുമ്പിൽ പോണില്ല, ടൗണിൽ ഭയങ്കര ബ്ലോക്ക്. എന്താ ചെയ്യുക? ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കരിക്കൊക്കെ കുടിച്ചിട്ട് പയ്യെ പോകാം. അവൾ വെച്ച് എന്താ ഇപ്പോൾ ഭയങ്കര സ്നേഹം, കരിക്കൊക്കെ മേടിച്ചേരാൻ. ഞാൻ ചിന്തിച്ച് ഇത് കാണണേലും നല്ല 2 കരിക്ക് കുടിച്ചിട്ട് പോകണമല്ലേ. എന്താ അവസ്ഥ? നാണമില്ലേ ചെറുപ്പക്കാരെ? നാണമില്ലേ? അള്ളാടെ മുമ്പിൽ നിൽക്കണമെന്നുള്ള ബോധമില്ലേ? മാന്യമായിട്ട് വേഷം. എല്ലാത്തിനും ചെറുപ്പക്കാരുണ്ട്. നല്ലതിന് വേണ്ടി കൂട്ടുകൂടി ഒരു നല്ല കൂട്ടുകാരനെ കിട്ടി ഒരാൾക്ക്, അവൻ വേണ്ടെന്ന് വെച്ച്. ഇതൊരു നല്ല അവസരമാണ്, ഇവിടെ വെച്ച് നമുക്ക് നല്ല കൂട്ടുകാരാവും. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ആരാ കൂട്ടുകാരൻ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പോരാ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ. പോരാ കഅബേക്ക് ബദറുദ്ദുജാ നബി മുഹമ്മദ് മുസ്തഫ. മദീനയുടെ രാജകുമാരനേ നബി മുഹമ്മദ് മുസ്തഫ. മക്കയുടെ പൂനിലാവേ നബി മുഹമ്മദ് മുസ്തഫ. ആമിനയുടെ മുത്തുമോനെ നബി മുഹമ്മദ് മുസ്തഫ. മദീന को जाए ये दिल चाहता है, मुकद्दर बनाए ये दिल चाहता है. मदीना के आका दो आलम के मौला तेरे पास आए ये दिल चाहता है. അല്ലാഹുവേ, എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ഏതാഗ്രഹമെന്നറിയോ? മദീന കൊതായേ, എനിക്ക് മദീനത്തെത്തണം. എന്തിനെന്നറിയോ? എൻ്റെ ഹബീബിന്റെ ചാരത്തെത്താൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലെത്താൻ. പൊന്നു സഹോദരങ്ങളെ, ആഗ്രഹമുണ്ടോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഉഖബത്ത് ബിൻ അബീ മുഈത്ത്. ആരാ ഉഖബ എന്നറിയോ? ആ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണിയാ, പക്ഷേ അവിശ്വാസിയാണ്, മുസ്ലിമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാണ്. അതോടൊപ്പം തന്നെ അബൂജഹലിന്റെ കൂട്ടുകാരനാ. അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ട്, പക്ഷേ മുസ്ലിമല്ല. അതോടൊപ്പം തന്നെ അബൂജഹലിന്റെ ആത്മാർത്ഥ സുഹൃത്താ. ആ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണി ഉഖബത്ത് ബിൻ അബീ മുഈത്ത്. അള്ളാഹുവിന്റെ റസൂലിനെ ഒരു ദിവസം ഉഖബത്ത് ബിൻ അബീ മുഈത്ത് തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന്റെ സദ്യക്ക് വേണ്ടി വിളിച്ചു. തന്റെ കൂട്ടുകാരനാണ്, പക്ഷേ അവിശ്വാസിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉഖബയുടെ വീട്ടിലെത്തി. മക്ക പ്രമാണിമാര് സദ്യവട്ടത്തിന് ഒരുങ്ങിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഉഖബയുടെ മുമ്പിലോട്ട് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉഖബ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിലേക്ക് നീ കടന്നു വരാതെ, അല്ലാഹുവിന്റെ കലിമ വിശ്വസിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല ഉഖബ. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് ഞെട്ടിപ്പോയി. ആ കാലഘട്ടത്തിൽ മക്ക ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയാ അത് ഏറ്റവും വലിയ അപമാനമായി കണക്കാക്കുന്ന മക്ക ഖുറൈശികൾ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉഖബ, നീ ഭക്ഷണം കഴിക്കാതെ നീ മുസ്ലിം ആവാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് വിശാല വിഷണ്ണനാകുമ്പോ അവസാനം റസൂലുള്ള ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയാലോ? ഉഖബ പറഞ്ഞു, നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് കലിമ പറഞ്ഞ് വിശ്വസിക്കുമ്പോ ആ സമയത്ത് റസൂലുള്ള ഭക്ഷണം കഴിച്ചു. ഉഖബയോട് പറഞ്ഞു, ഉഖബ, നീ നാളെ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ. നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ.
കൂട്ടുകാരനാ. ഇതേപോലൊരു ബഹുമതി കിട്ടാനുണ്ടോ? ഒരൊറ്റ നിമിഷം കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ കൂട്ടുകാരനായി ഭക്ഷണം കഴിച്ചിട്ട് റസൂലുള്ള പിരിയുമ്പോ നാട് മുഴുവനും പാട്ടായി. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് മുസ്ലിമായി. ആ ഉഖബ ഇത് കേട്ട അബൂജഹൽ കോപാക്രാന്തനായി. തന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഉഖബ മുഹമ്മദിന്റെ വലയിൽ പെട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോപാക്രാന്തനായി അബൂജഹൽ കഅബാലയത്തിൽ നിൽക്കുമ്പോ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് നടന്നു വന്ന് അബൂജഹലിന്റെ കയ്യിൽ പിടിച്ച കൈ തട്ടി മാറ്റിയിട്ട് അബൂജഹൽ പറഞ്ഞു, വേണ്ട ഉഖബ, നീ മുഹമ്മദിന്റെ കൂടെ കൂടിയവനല്ലേ, ഇനി നീ എന്നോട് മിണ്ടണ്ട. ഞാൻ നീയുമായിട്ടൊരു ബന്ധമില്ല, ബാല്യകാല കൂട്ടുകാരാണ് നാം, ഇനി മുഹമ്മദിന്റെ കൂടെ പോയാ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖബ, ഞാൻ മിണ്ടില്ല ഉഖബ. ഉഖബയ്ക്ക് വല്ലാത്ത സങ്കടമായി. എത്രയോ നാളായിട്ടുള്ള കൂട്ടാ, പൊന്നു ചെറുപ്പക്കാരെ, ഇതല്ലേ പ്രയാസം. അവനോട് എങ്ങനെ മിണ്ടാതിരിക്കും ഉസ്താദ്? മിണ്ടണ്ടെന്നല്ല, അവനുമായിട്ടുള്ള തെറ്റിലുള്ള സഹവാസം നിർത്തണം. പൊന്നു സഹോദരാ, പൊന്നു സഹോദരാ. ഉഖബ അബൂജഹലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ, അബൂജഹലെ, ആ സമയത്ത് മുഹമ്മദ് നബി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെറുതെ ഞാൻ കലിമ പറഞ്ഞടാ, ഞാൻ മുസ്ലിമായടല്ല. അബൂജഹൽ പറഞ്ഞു, ഉഖബ, ഞാൻ വിശ്വസിക്കില്ല, ഞാൻ നീ പറഞ്ഞത് വിശ്വസിക്കണോ? കഅബയുടെ മറുഭാഗത്ത് മുഹമ്മദ് ഇരിപ്പുണ്ട്. അവിടേക്ക് കടന്നു ചെന്നിട്ട് ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ടിറങ്ങി വാ, എന്നാ നിന്നോട് ഞാൻ കൂട്ടുകൂടാം. സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കാൻ ഈ വിശാലമായ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ 1000 അഭിശബ്ദ കൂട്ടുകെട്ടുകളിലൂടെ നരകത്തിന്റെ വഴി തിരഞ്ഞെടുത്തവരെ, ഖുർആനിലെ കൂട്ടുകാരെ നമുക്ക് തുടങ്ങാം. ആ മുഖമാ ഞാൻ പറയുന്നത്. അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഉഖബ കടന്നു ചെന്നു. റസൂലുള്ള സഹാബത്തിന്റെ നടുവിൽ നിൽക്കുന്നു. തന്റെ കൂട്ടുകാരൻ വരുന്നത് കാണുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉഖബ കടന്നു വരിക, ഉഖബ കടന്നു വരിക. ഉഖബയുടെ മുഖത്തിന് ഭാവ വ്യത്യാസമില്ല, എന്തോ നിശ്ചയിച്ചുറച്ചതുപോലെ. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് അള്ളാന്റെ റസൂലിന്റെ മുമ്പിലോട്ട് കടന്നു വന്നിട്ട് റസൂലുള്ളാഹിയുടെ ചന്ദ്രമുഖത്തേക്ക് നോക്കി. അതാ ഉഖബ റസൂലുള്ളാഹിയുടെ കൂട്ടുകാരനെ കുറിച്ച് പുഞ്ചിരിച്ചു നിന്ന മുഖത്തേക്ക് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് കാർക്കിച്ചു തുപ്പുമ്പോ അള്ളാന്റെ റസൂലിന്റെ ചന്ദ്രഭൂമുഖത്തേക്ക്, ആ ചന്ദ്രകമല മുഖത്തേക്ക് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് കാർക്കിച്ചു തുപ്പുമ്പോ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ചരിത്രമാവർത്തിക്കട്ടെ. ഉഖബത്തിന്റെ ശരീരത്തിൽ നിന്ന് ഉമിനീർ അള്ളാന്റെ റസൂലിന്റെ മുഖത്തോട്ട് വരുമ്പോ അള്ളാഹുവിന്റെ ദർബാർ കുലുങ്ങി. ജിബ്രീലേ, ചിറക് വിരിക്ക്, ജിബ്രീലേ, താഴോട്ടിറങ്ങ്. ആകാശത്തിന്റെ മുഖറബായ മലക്ക് താഴോട്ടിറങ്ങി. ഉഖബത്തിന്റെയും അള്ളാന്റെ റസൂലിന്റെയും ഇടയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി. മുഖറബായ മലക്ക് തന്റെ കൈയങ്ങ് വിരിച്ചപ്പോ ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ തുപ്പുനീര് അതാ ബഹുമാനപ്പെട്ട ജിബ്രീലിന്റെ കൈവെള്ളയിൽ തട്ടി. ആ കൈവെള്ളയിൽ തട്ടിയിട്ട് ഉഖബയുടെ തുപ്പുനീര് അഗ്നിസ്ഫുലിംഗങ്ങളായി, തീപന്തങ്ങളായി ഉഖബയുടെ മുഖത്തേക്ക് തന്നെ തിരിച്ചു വന്നപ്പോ ആക്ഷേപിച്ച ഉഖബയുടെ മുഖത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ തട്ടിയിട്ട് ആ ഉമിനീര് തീപന്തങ്ങളായി തിരിച്ചു വന്ന് ഉഖബയുടെ മുഖം മുഴുവനും കരിഞ്ഞു പോകുമ്പോ, കാലം സാക്ഷി, ചരിത്ര സാക്ഷി, അള്ളാന്റെ റസൂലിനെ, എന്റെയും നിങ്ങളെയും നെഞ്ചിന്റെ രാഘവകുമാരന്, ഔദുൽ കൗസറിന്റെ നായകന്, നാളെ സിറാത്തിന്റെ സുഭാഷകന്, 1000 ആണ്ട് ജനലക്ഷങ്ങളായി 140 കോടി മുസ്ലിമീങ്ങളും മനസ്സിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച അള്ളാന്റെ റസൂലുണ്ടല്ലോ. ആ റസൂലിനെ അധിക്ഷേപിച്ചതാരാകട്ടെ, സൽമാൻ റുഷ്ദിയാകട്ടെ, തസ്ലീമാ നസീർ അൻസറിനാകട്ടെ, സാക്ഷാൽ പ്രൊഫസർ ജോസഫ് ആകട്ടെ, ആക്ഷേപിച്ചതെല്ലാം തിരിച്ചവന്റെ മുഖത്തോട്ട് തിരിച്ചു വന്ന ചരിത്രമാവുള്ളതെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഔലിയരുടെ കയ്യിൽ തൊണ്ടിട്ട് അത് മുഴുവനും തീപ്പന്തങ്ങളായി തിരിച്ചു ചെന്നു. അള്ളാന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി പോയി. എന്റെ കൂട്ടുകാരൻ മുഖത്ത് കാർക്കിച്ചു തുപ്പിയല്ലോ, എന്റെ കൂട്ടുകാരൻ മുഖത്ത് കാർക്കിച്ചു തുപ്പിയല്ലോ. ആ സമയത്താണ് റസൂലുള്ളാഹിയുടെ നെറ്റിത്തടത്തിൽ വേർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടി. ആകാശലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനായി. കൂട്ടുകെട്ടിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തോട് ഈ പൂർണ്ണമായ സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോ
ഖുർആനിലെ കൂട്ടുകാര് പറയുമ്പോ സഹോദരങ്ങളെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കൂട്ടുകാരെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആയത്ത് അല്ലാഹുവിന്റെ റസൂലിനായത്തിറങ്ങി. നബിയെ വിഷമിക്കണ്ട, നബിയെ സങ്കടപ്പെടണ്ട, നബിയെ തിരുദൂതരെ വയൗമ യഉല്ലാലിമു അലാ യദൈഹി വയഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. ഓ നബിയേ, വയൗമ യഉല്ലാലിമു അലാ യദൈഹി, നാളെ പരലോകത്തെത്തുമ്പോ, നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശതം പാപികളുടെ നടുവിൽ പാതി വഴിയിൽ പാതയെ നട്ടപ്പലപ്പെട്ട പതികനെ പോലെ പരലോകത്ത് പരിഭ്രാന്തിയോടെ പതറി നടക്കുമ്പോ, ഒരു ചാൺ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ, താഴെ ചെമ്പിന്റെ തറയിൽ കിടന്നിട്ട് പിടയുമ്പോ, അള്ളാന്റെ മലക്കുകൾ ചങ്ങല കൊളുത്തുമായി നരകത്തിലോട്ട് വിളിക്കുമ്പോ, ആ സമയത്ത് നരകത്തെ മുമ്പിൽ കാണുമ്പോ നരകമെന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഒരു സിട്ടിയായിട്ടല്ല ഖുർആൻ പറയുന്നത്. 70,000 മലക്കുകൾ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ, ആ നരകാവകാശിയെ കാണുമ്പോ യദഊന വൈലൻ വയദഊന സുബൂറാ. കേട്ടിട്ട് സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചോ ചെറുപ്പക്കാരാ. സർവാഭാസങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്ന പൊന്നു ചെറുപ്പക്കാരെ, നിനക്ക് ദീനിനോട് താല്പര്യമുണ്ട്, പക്ഷേ ദുനിയാവ് കയ്യിൽ കിട്ടിയപ്പോ അള്ളാനെ പലപ്പോഴും മറന്നുപോയി. കാമുകിയുടെ കൈ പിടിച്ചിട്ട് ഒളിച്ചോട്, അവസാന കഴുക്കോലിൽ തൂങ്ങി മരിച്ചു. ആഖിറം നഷ്ടപ്പെട്ടില്ല മോനെ. ഒരു വേണ്ടാത്ത കൂട്ടുകാരി ഉണ്ടായപ്പോ മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ട പെണ്ണിന്റെ കൂടെ ഒളിച്ചോടിയിട്ട് നഷ്ടപ്പെട്ടത് നിന്റെ സ്വർഗമല്ലേ? രണ്ടുപേരും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തില്ലേ? വേണ്ട മക്കളെ, വേണ്ട ഈ നശിച്ച കൂട്ടുകെട്ട്, വേണ്ട മക്കളെ, വേണ്ട ഈ നശിച്ച കൂട്ടുകെട്ട്, വേണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നരകം ഇങ്ങനെ കടന്നു വരുമ്പോ, നരകാവകാശികളെ കാണുമ്പോ, ആത്മഹത്യ ചെയ്തവൻ നരകത്തിലല്ലേ, കള്ളു കുടിച്ചവൻ നരകത്തിലല്ലേ, പലിശ മേടിച്ചവൻ നരകത്തിലല്ലേ, കരിഞ്ചന്ത നടത്തിയവൻ നരകത്തിലല്ലേ, പൂത്തിവെച്ചവൻ നരകത്തിലല്ലേ, നന്മയ്ക്ക് തടസ്സം നിന്നവൻ നരകത്തിലല്ലേ, പള്ളയിലോട്ട് കത്തികുത്തി കയറ്റിയവൻ നരകത്തിലല്ലേ, ആത്മഹത്യ ചെയ്തവൻ നരകത്തിലല്ലേ. അത് പ്രണയ നൈരാശ്യമാകട്ടെ, ദാമ്പത്യത്തിന്റെ തകർച്ചയാകട്ടെ, സഹോദരങ്ങളെ, ആ നരകാവകാശികൾ നിരന്നു നിൽക്കുമ്പോ, മോശമായ കൂട്ടുകാരന്റെ കൂടെ പാതിരാ സമയത്ത് കാസർഗോഡ് ബാറില് കൂട്ടുകാരുടെ കൂടെ നിയോൺ ബൾബിന്റെ വെളിച്ചത്തിൽ നൊരഞ്ഞു വന്നുന്ന ഗ്ലാസുമായിട്ട് നീ മദ്യം നുകർന്നില്ലേടാ? കൂട്ടുകാരുമായിട്ട് പാതിരാത്രി ചീട്ട് കളിച്ചില്ലേ? പൊന്നുമോനെ, കൂട്ടുകാരന്റെ കൂടെ ഇന്റർനെറ്റ് കഫേകളിൽ പോയി, ഗ്രാമാന്തരങ്ങളിൽ കൂണുപോലെ കുമിഞ്ഞു പൊന്തുന്ന സൈബർ കഫേകളിൽ പോയി പാതിരാ സമയത്ത് www.com വിരളമത്തി ലോകത്തുള്ള തുണി ഉരിഞ്ഞ പെണ്ണിന്റെ സർവാഭാസവും കണ്ടില്ലേ? പൊന്നുമോനെ, നിന്റെ മൊബൈലിൽ അതിന്റെ ഉടുതുണിയില്ലാത്ത ചിത്രമല്ലേടാ? അള്ള പറയുന്ന നരകത്തിൽ നിൽക്കുമ്പോ ഈ നരകം ഓടി വരും. മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡ് മുഴുവനും ഉടുതുണിയില്ലാത്ത പെണ്ണിന്റെ ചിത്രവുമായി നടന്നുപോയ ആഭാസത്തിന്റെ നടുവിൽ കയറ്റിക്കൊടുത്തതാരാ? കൂട്ടുകാരന്റെ മൊബൈൽ നിന്നല്ലേ? സർവ ഹറാമിന്റെയും മുകളിൽ കൂട്ടുകാരനാ. ഒരു പുതിയ ചൂടുള്ള വിഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഓൺ ചെയ്യടാ, സെൻഡ് ചെയ്യടാ, ഓക്കെ അടിക്കടാ. രണ്ടുപേരും നരകത്തിലല്ലേ? എന്തിനാ പൊന്നുമോനെ? ഈ ദുനിയാവിൽ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതം പടച്ച റബ്ബിന് വേണ്ടിയാകണം. അള്ള നിന്നെ സെൻഡ് ചെയ്യും എവിടേക്കെന്നറിയോ? നരകത്തില്. ആ നരകം കിടന്ന് വിളിക്കാൻ തുടങ്ങും, യദഊന വൈലാ, കള്ളുകുടിച്ചവനെ വാടാ, പലിശ മേടിച്ചവനെ വാടാ. ഓരോരുത്തരെ ഇങ്ങനെ നരകം മാടി വിളിക്കുന്ന ഒരു ജീവനുള്ള സിട്ടിയാ മോനെ നരകം. ആ നരകം ഇങ്ങനെ വിളിക്കുമ്പോ അള്ള ഓരോരുത്തരെയായി നരകത്തിലോട്ട് വലിച്ചെറിയും. എന്നിട്ട് അള്ള നരകത്തോട് ചോദിക്കും, നരകമേ, യൗമന കൂലുലി ജഹന്നമ ഹലിം തലതി വതഖൂലു ഹൽ മിൻ മസീദ്. ഓരോരുത്തരെ വലിച്ച് നരകത്തിലോട്ട് എറിഞ്ഞിട്ട് അള്ള ചോദിക്കും, നരകമേ പള്ള നിറഞ്ഞോ? പള്ളത്തെ സഹോദരങ്ങളെ, അള്ള നാളെ ചോദിക്കും, നരകമേ നിന്റെ പള്ള നിറഞ്ഞോ?
നിന്റെ ആമാശയം നിറഞ്ഞോ, ആ സമയത്ത് പലിശക്കാരനെയും കള്ള് കച്ചവടക്കാരനെയും ഹറാമ് ചെയ്തവനെയും തിന്നിട്ട് നരകം പറയും, അല്ലാഹുവേ ഹലിം തലഅത്തി, നിന്റെ പള്ള നിറഞ്ഞോ നരകമേ. നരകം പറയും ഹൽ മിൻ മസീദ്, അല്ലാഹുവേ ഇനിയുമുണ്ടോ? ഇട്ടോ അല്ലാഹുവേ, വിശപ്പ് തീർന്നിട്ടില്ല. നരകത്തിന്റെ വിശപ്പ് തീരൂല സഹോദര. ഒന്ന് ചിന്തിക്കൂ ഒരു നിമിഷം, എത്ര പേരെ തിന്നാലും നരകത്തിന്റെ വിശപ്പ് തീരില്ല. നരകം പറയും ഹൽ മിൻ മസീദ്, അല്ലാഹുവേ ഇനിയുമുണ്ടെങ്കിൽ വാരിയിട്ടോ അല്ലാഹുവേ. ആ സമയത്ത് നബിയെ നരകത്തെ കത്തിക്കാളുന്ന നരകത്തെ മുന്നിൽ കാണുമ്പോ വന്നാറു തൽഹബു മിൻ ഗൈലിന വമിൻ ഉനുഖി അലൽ ഉസാതി വറബുൽ അർശി ഗളബാനാ. ആ നരകത്തെ മുമ്പിൽ കാണുമ്പോ വയൗമ യഉല്ലു ളാലിമു അലാ യദൈഹി, അക്രമി അവന്റെ രണ്ട് കൈവിരലും കടിച്ചിട്ട് കുടയും നബിയെ. അല്ലാലിമു ഏറ്റവും വലിയ അക്രമി ആ ലാലിമാണ് ഉഖബത്ത് ബിൻ അബീ മുഈത്ത്. അങ്ങേ കൂട്ടുകാരനായി കിട്ടിയിട്ട് അബൂജഹലിന്റെ കൂടെ പോയ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് നാളെ പരലോകത്ത് നരകത്തെ കാണുമ്പോ രണ്ട് കയ്യും കടിച്ചിട്ട് കുടയും നബിയെ. എന്നിട്ട് ആ നരകത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയും, കാസർഗോഡ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകാവസാനം ഒരു വിളിപ്പാടകലെ എന്ന സീഡിയില് ഈ മുഖം കണ്ടിട്ട് ആ മുഖം മായാതെ മറയാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ അതേപടി പതിട്ടിച്ചു വെച്ച് എപ്പോഴും താല്പര്യത്തോടെ എവിടെ പോയാലും ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അഹമ്മദ് കബീറിന്റെ വാക്ക് കേൾക്കാൻ വരുമെങ്കിൽ അള്ളാഹു നമ്മളെ നല്ല കൂട്ടുകാരാക്കട്ടെ. അള്ളാഹു നമ്മളെ നല്ല കൂട്ടുകാരാക്കട്ടെ, സ്വർഗത്തിലെ കൂട്ടുകാരാക്കട്ടെ. നരകത്തിന്റെ മുമ്പിൽ ഞാനും ഉണ്ടാകും, നിങ്ങളും ഉണ്ടാകും. ഓരോരുത്തരും വിളിച്ചു പറയും, അല്ലാഹുവേ യാ ലൈതനി ഇത്തഖദത് മഅ റസൂലി സബീലാ. അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിയേ ഞാൻ കടന്നു പോയിരുന്നെങ്കിൽ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനന ഖലീലാ. നിസ്സാരമല്ല, അവിടെ വെച്ച് തന്നെ വഴിപഠിപ്പിച്ച കൂട്ടുകാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അല്ലാഹുവേ നല്ല കൂട്ടുകാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, യാ വൈലത്താ എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനന ഖലീലാ, ഞാൻ ഇയാളെ കൂട്ടുകാരാക്കിയില്ലല്ലോ അല്ലാഹുവേ. 9 കൂട്ടുകാരെ ഞാൻ പറഞ്ഞു തരാം, അവരോരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അല്ലാഹുവേ ലൈതനി ലം അത്തഖിദ് ഫുലാനന ഖലീലാ, ഇവനെ കൂട്ടുകാരനാക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. പടച്ചവനെ, സാലിഹീങ്ങള്, ഈ നല്ലവര്, സയ്യിദുകള്, അഹ്ലു ബൈത്തുകള്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, അല്ലാഹുവേ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവര്, ഇവരുടെ കൂടെ എനിക്ക് കൂടാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. ഈ പള്ളം ഹൈദ്രോസ് പള്ളിയുടെ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തകര് ആയിരങ്ങൾ മുടക്കിയിട്ട് വാളു വെക്കുമ്പോ അല്ലാഹുവേ മാറി നിന്നിട്ട് ഞാൻ ചിരിച്ചവനല്ലേ, വിമർശിച്ചവനല്ലേ, അവരുടെ കൂടെ എനിക്ക് കൂടാൻ പറ്റിയില്ലല്ലോ എന്ന് നാളെ കൈകടിച്ച് കുടഞ്ഞിട്ട് പരലോകത്ത് വെച്ച് പറയും. എന്നിട്ട് വഴി പഠിപ്പിച്ചവനെ കാണിച്ചിട്ട് പറയും, അല്ലാഹുവേ ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, ഇവനാണ് എന്നെ വഴി പഠിപ്പിച്ചത്. മോശം കൂട്ടുകാരൻ, കള്ള് കുടിക്കാൻ പൈസ ഷെയർ ചെയ്തവൻ, അവനെ നോക്കിയിട്ട് പറയും, അല്ലാഹുവേ ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, അല്ലാഹുവേ ഇവനാണ് എന്നെ വഴി പഠിപ്പിച്ചത്, അല്ലാഹുവേ ഇവളാണ് എന്നെ വഴി പഠിപ്പിച്ചതെന്ന് നാളെ പരലോകത്ത് വെച്ച് വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ കൂട്ടുകാരെ തെരഞ്ഞെടുത്തോ. 9 കൂട്ടുകാരെ ഞാൻ പറയാൻ പോവുകയാണ്. പൊന്നുമോനെ, ഇന്റർനെറ്റ് നമ്മുടെ കൂട്ടുകാരനല്ല, ശാസ്ത്രം നമ്മുടെ കൂട്ടുകാരനല്ല, ആഭാസങ്ങൾ നമ്മുടെ കൂട്ടുകാരനല്ല. നമ്മുടെ കൂട്ടുകാരൻ ആരാവണം? അല്ലാഹു 9 കൂട്ടുകാരെ ഖുർആനിൽ പറയുന്നുണ്ട്. നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൂട്ടുകെട്ട് പ്രധാനമാണ്. വയൗമ യഉല്ലു ളാലിമു അലാ യദൈഹി. ഞാൻ തൊപ്പി വെക്കാത്ത ചൂടായതുകൊണ്ടാണ് കേട്ടോ. കാസർഗോഡ് ഒരു ഭയങ്കര മോമാര. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാതിൽ വന്നപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് ഈ തലമുടി ഗൾഫ് ഗേറ്റിൻ്റെ ആണോ?
ഞാൻ ചേട്ടാ പറയാ നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ലോകാവസാനം പ്രസംഗിക്കുന്ന കാസറ്റ് ഉസ്താദ് മുഴുവൻ മുടിയില്ല, മുട്ടയാണ്. ലോകാവസാനം പ്രസംഗിക്കുന്ന കാസറ്റ് ഉസ്താദ് മുട്ടയാണ്, ഫുള്ള് മുടിയില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ നല്ല മുടി. ഇത് ഗൾഫ് കയറ്റാണോ? ലോകാവസാനത്തിന്റെ പ്രസംഗം ഞാൻ ഉംറ കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം പ്രസംഗിച്ചു, അതുകൊണ്ടാ തലമുട്ടയായിട്ട് മുടിയില്ലാത്തത്. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കില്ല ആളുകൾ. നാളെ പരലോകത്ത് യൗമ യഉല്ലു ളാലിമു അലാ യദൈഹി, കൈ കടിച്ചു കുടയൂന്നാ പറ. ഒരു കൈയല്ല, അള്ള യഉല്ലു എന്ന് പറഞ്ഞാൽ കടിച്ചു കുടയുക എന്നാണ്. യഉല്ലു ളാലിമു എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ കുടയും. സാധാരണ നമ്മളിങ്ങനെ കൈ കടിച്ചിട്ട് കുടയണപ്പെടാൻ ഒരു വലിയ ഭാഗ്യം കൈവെള്ളയിൽ കിട്ടി. പക്ഷെ ഈ പണ്ടാരോ പറഞ്ഞാൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയി. കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുക എന്ന് പറയൂലേ, എന്ന് പറയുന്നത് പോലെ ഒരു വലിയ ഭാഗ്യം കൈ കിട്ടി. അള്ളാന്റെ റസൂലിനെ കൂട്ടുകാരനാക്കാൻ പറ്റിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തള്ളിക്കളഞ്ഞിട്ട് അബൂജഹലിന്റെ പുറകെ പോയവൻ. സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ കൂട്ടുകാർ ഇവിടെയുണ്ട്, അബൂജഹലിന്റെ കൂട്ടുകാർ ഇവിടെയുണ്ട്. നമ്മൾ ആരുടെ കൂട്ടുകാരനാവണം? ആരുടെ കൂട്ടുകാരനാവണം? റസൂലുള്ളാഹിയുടെ. അബൂജഹലിന്റെ കൂട്ടുകാരനാകാവോ? ഉസ്താദെ, അബൂജഹൽ എവിടെയെന്ന് വെച്ചാൽ അബൂജഹലെ ചത്തിട്ടുള്ളൂ, അബൂജഹലിന്റെ പ്രേതം ചത്തിട്ടില്ല. ചത്തിട്ടുണ്ടോ? അല്ലോ ഉസ്താദെ, അബൂജഹലിന്റെ പ്രേതം ഞങ്ങളുടെ കാസർഗോഡ് നെല്ലിക്കുന്ന് പള്ളത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഉസ്താദെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പോയി അന്വേഷിച്ച് നോക്കും, 1-2 ഒക്കെ കാണും. ഒരെണ്ണത്തിന് ഞാൻ പറഞ്ഞിട്ട്, ഹജ്ജിന് പോയവർക്കറിയാം ഹറമിന് ഏറ്റവും തൊട്ടടുത്ത വീട് ആരുടേതാ? ആരുടെ വീടാ? അബൂജഹലിന്റെ വീടാണ്. അബൂജഹലിന്റെ വീട് കഴിഞ്ഞിട്ടാണ് അള്ളാന്റെ റസൂലിന്റെ വീട്. ഹറമിനോട് ഏറ്റവും അടുത്ത വീട് അബൂജഹലിന്റെ വീടാ, അത് കഴിഞ്ഞിട്ടാണ് അല്ല ഉസ്താദ് അള്ളാന്റെ റസൂലിന്റെ വീട്. ഹറമിൽ ബാങ്ക് വിളിച്ചപ്പോ അകലെ കിടന്ന റസൂലുള്ള നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു, തൊട്ടടുത്ത് കിടന്ന അബൂജഹൽ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നില്ല. അപ്പൊ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു, തൊട്ടടുത്ത് കിടക്കണ ഒരുത്ത് നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ അവൻ അബൂജഹലിന്റെ പ്രേതവാ. അതെന്താ സമ്മതിക്കാത്ത? അബൂജഹലിന്റെ ചിന്ത അത് തന്നെയല്ലേ? പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നു, ബാങ്ക് വിളിച്ചിട്ട് പള്ളിയിൽ കയറാൻ മനസ്സില്ല, അപ്പൊ അവൻ ആരുടെ ചിന്താഗതിയുള്ളവനാണ്? അതെന്താ ചിന്തിക്കാത്ത? അബൂജഹലിന്റെ പേര് പറയുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാലോ? ലഅനത്തുല്ലാഹി അലൈഹി പറയണ്ട. പൊന്നു സഹോദരങ്ങളെ, ഒരുത്തരും പിശാചിബാധയിട്ട് അവന്റെ തലയെ പിടിച്ചിട്ട് ഓതുകയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. 1000 പ്രാവശ്യം ഓതി. ഈ ഓതണവനാരാ? 1-ാം നമ്പർ ശൈത്താൻ. അപ്പൊ പിന്നെ ഇവന്റെ ശൈത്താൻ പോകും. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അബൂജഹലിന്റെ കൂട്ടുകാർ, അബൂജഹലിന്റെ കൂട്ടുകാർ. അബൂജഹലിന്റെ കൂടെന്താ? അബൂജഹലിന് അഹങ്കാരമായിരുന്നു. ആര് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഈ ദുനിയാവ് ശാശ്വതമല്ല, മരിച്ചു പോകുന്ന ഈ ആഖിറത്തിലേക്ക് വാ. അബൂജഹലിന് അഹങ്കാരമായിരുന്നു, പണത്തിന്റെ അഹങ്കാരം, പണത്തിന്റെ അഹങ്കാരം, അധികാരത്തിന്റെ അഹങ്കാരം. ബദറിലെ കിണറ്റിൽ പോയി മലച്ചു കിടന്നില്ലേ അബൂജഹൽ? സഹോദരങ്ങൾ, പണമല്ല തരും, പക്ഷെ അതിന്റെ പേര് അഹങ്കരിക്കാൻ നിൽക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാവേ. അല്ലാ നാളെ 2 കൈ, ഒരു കൈയല്ല, യൗമല്ല യഉല്ലു ളാലിമു അലാ യദൈഹി, 2 വിരൽ ഇങ്ങനെ കടിച്ചു കൊടുയും. പടച്ചോനെ, നല്ല കൂട്ടുകാരനാവാൻ പറ്റില്ലല്ലോ അള്ളാഹുവേ എന്ന് കടിച്ചു കൊടുയും. അള്ളാഹു അവസ്ഥയിൽ നിന്ന് കാക്കട്ടെ, അള്ളാഹു അവസ്ഥയിൽ നിന്ന് കാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നല്ല കൂട്ടുകാരാക്കി തരട്ടെ. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല കൂട്ടുകാരെ പറഞ്ഞു തരട്ടെ. 9 പേരോട് കൂട്ടുകൂടണം, 3 പേരോട് കൂട്ടുകൂടാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് മരിച്ച് മണ്ണിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ ഈ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവുമോ? നാളെ മഹ്ശറയിൽ പോകുമ്പോൾ ഈ കൂട്ടുകാരുണ്ടാവുമോ? പക്ഷെ അതെല്ലാം നമ്മൾ ഒത്തിരി പേരോട് കൂട്ടുകൂടില്ല. മമ്മൂട്ടി നമ്മുടെ കൂട്ടുകാരനായി. എല്ലായിടത്തും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. കാസർഗോഡുണ്ടോ? കാസർഗോഡ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ? ഇല്ലേ? പറക്കത്തിന് വേണ്ടി ഉണ്ടോ അവിടെ? ഇവിടെയൊക്കെ ഇവിടെ കൂടുതലും സലീം കോടത്തൂർ ഫാൻസ് അസോസിയേഷൻ, കൊല്ലം ഷാഫി ഫാൻസ് അസോസിയേഷൻ. അടുത്ത വീട്ടിലെ കല്യാണത്തിന് എല്ലാവർക്കും ഒരുമാതിരി. മോനെ, ഇതൊക്കെ തീരും. കൂട്ടുകാരനാരാവണം. മഹിഷറയിലെ 2 സൈസ് കൂട്ടുകാരുണ്ടെന്ന് ഖുർആൻ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മളത് പറയും. ഇന്ന് ദുനിയാവിലെ കൂട്ടുകാർ പറ്റുന്നിടത്തോളം പറയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എത്ര മണിക്കാണ് നിർത്തണ്ടേ? രാവിലെ? ഇത്രയ്ക്ക് ദയയും ദാക്ഷിണ്യം ഇല്ലാത്ത ആളുകളായി. ആ താല്പര്യം അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു ആ താല്പര്യം നിലനിർത്തി തരട്ടെ. അതാ കുഞ്ഞിന്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹു ആഗ്രഹത്തിനുള്ള പ്രതിഫലം തരട്ടെ. 9 കൂട്ടുകാർ. 1ാമത് നമുക്ക് തുടങ്ങാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഈ വഹൽ അവസാനിക്കുമ്പോൾ ഈ 9 പേരോട് കൂട്ടുകൂടുവോ?
നാളെ അവസാനിക്കുമ്പോൾ? ഒന്ന് ഉറക്കെ പറയും. കാസർഗോഡുകാരെ നല്ല സ്നേഹം, ഭയങ്കര ഉഷിരുള്ളവരാണ്. ഉറക്കെ പറയും ഇൻഷാ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ജീവിതത്തിലും വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും. ദുനിയാവിലും വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും. 2 സൗഭാഗ്യമാണ്. ഇരട്ടപ്പദവി. നമ്മുടെ ചീഫ് വിപ്പിന് ഇരട്ടപ്പദവി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതിയിൽ പോയി. പക്ഷെ ഈ ഇരട്ടപ്പദവിക്ക് കേസില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമയ്യതില്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഫഹസുന ഉലൈക റഫീഖാ. അല്ലാഹ് പറയാണ്, വഹസുന ഉലൈക റഫീഖാ, ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. ആരാണവർ? ഒന്നാമത്തെ കൂട്ടുകാരൻ അല്ലാഹ് പറയുന്നു, നമ്മുടെ ഒന്നാമത്തെ കൂട്ടുകാരൻ അല്ലാഹു ആവണം. ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാ? അല്ലാഹ്. എൻ്റെ അല്ലാഹ് കൂട്ടുകൂടൂലേ? അല്ലാഹ് കൂട്ടുകൂടും. പക്ഷെ നീ എങ്ങനെ ആവണം? കാരണം എന്താ? അല്ലാഹ് കൂട്ടുകൂടിയിട്ടുണ്ട്. ഖുർആൻ, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. ഇബ്രാഹിം നബി എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്ന് അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇബ്രാഹിം നബി ആരാ? എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അല്ലാഹു അങ്ങനെ ആക്കട്ടെ. ആ കൂട്ടുകാരൻ എവിടെയാ ഇരിക്കുക? അല്ലാഹ് എവിടെ ഇരിക്കുക? കൂട്ടുകാരനെ കണ്ടാലല്ലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അല്ലാഹ് എവിടെ ഇരിക്കണേ? ആദ്യത്തെ കൂട്ടുകാരൻ അല്ലാഹയാകണം. പെട്ടെന്ന് ഞാൻ വിവരിച്ചു പോയി, 2 ദിവസം കൊണ്ട് തീരുന്നൊരു വിഷയമല്ല ഇത്. അല്ലാഹു നമ്മുടെ കൂട്ടുകാരനാക്കട്ടെ. അല്ലാഹുവിനെ കൂട്ടുകാരനാക്കിയ ആളാണ് നെല്ലിക്കുന്ന് പള്ളിയുടെ മക്കാമിൽ കിടന്നുറങ്ങുന്നവർ. അല്ലാഹനെ കൂട്ടുകാരാക്കിയവരാണ് നെല്ലിക്കുന്ന് മക്കാമിൽ കിടന്നുറങ്ങുന്നവർ. അല്ലാഹ് കൂട്ടുകാരനാവും. കൂട്ടുകാരൻ എവിടെ ഇരിക്കണേ? കൂട്ടുകാരനെ കാണണ്ടേ? എവിടെ അല്ലാഹ് ഇരിക്കണേ? ലോക പ്രശസ്ത ചിന്തകനായ മാർക്ക് ട്വെയിൻ ഉണ്ട്, ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്. അദ്ദേഹം ബലിതത്തിലൂടെ ഒത്തിരി ഗുണപാഠം പറയുന്ന ആളാണ് മാർക്ക് ട്വെയിൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്, സാങ്കല്പികമാണ്. ആളൊരു വലിയ തത്വം പറഞ്ഞതാണ്. ദൈവം ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു. ഏറ്റവും അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മാർക്ക് ട്വെയിൻ പറയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തലവെട്ടി മരിക്കുന്നത് കണ്ടപ്പോൾ മകൻ വാപ്പയുടെ തല വെട്ടുന്നു, വാപ്പ ഉമ്മയുടെ തല വെട്ടുന്നു. ഇത് കണ്ട ദൈവത്തിന് പേടിയായി. സ്വന്തം ജനിപ്പിച്ച വാപ്പാന്റെ പള്ളയിൽ കത്തി കുത്തി കയറ്റുന്ന ഇവൻ നാളെ ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇവനെ സൃഷ്ടിച്ച എന്നെ കൊല്ലുമെന്ന് ദൈവത്തിന് പേടിയായി. മാർക്ക് ട്വെയിൻ പറയാണ്, അവസാനം ദൈവം എന്ത് ചെയ്തു എന്നറിയോ? ഈ മനുഷ്യൻ തന്നെ കാണാത്ത ഏതെങ്കിലും ഒരു ഒളിത്താവളത്തിൽ പോയി ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദൈവം മനുഷ്യൻ കാണാത്ത ഒരു ഒളിത്താവളം അന്വേഷിച്ച് യാത്രയായി. ദൈവം മനുഷ്യൻ കാണാത്ത ഒരു ഒളിത്താവളം അന്വേഷിച്ച് യാത്രയായി. ആദ്യം ദൈവം ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി ഒളിച്ചിരുന്നു. ഇവിടെ മനുഷ്യൻ തന്നെ തേടി വരില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് വിമാനത്തിൽ പാഞ്ഞു പോകുന്ന മനുഷ്യനെ ദൈവം കണ്ടത്. ദൈവം ഇറങ്ങി ഓടി. സാങ്കല്പികമാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, അല്ലോ ഉസ്താദ് ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുക്കൽ വരരുത്. ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ച് വരരുത്. ഞാൻ ഈ റബീഉൽ അവ്വലിൽ എൻ്റെ പള്ളിയിൽ ഹുബ്ബുൻ നബിയെക്കുറിച്ച് പ്രസംഗിച്ചു. അപ്പോൾ ഒരു ഹദീസ് പറഞ്ഞു. ജുമാ കഴിഞ്ഞ ഉടനെ ഒരു പഹയൻ എൻ്റെ അടുത്ത് പാഞ്ഞു വന്നു, നിങ്ങളാ പറഞ്ഞ ശരിയായില്ല. ഞാൻ ചെന്ത് ആ പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ടോ? അപ്പോൾ അതാണല്ലോ പരിപാടി. ഞാൻ ചെന്ത് കാര്യം? ബുഖാരിയിലുണ്ടോ ഹദീസ്? ഞാൻ ഇമാം ബുഖാരി പറഞ്ഞാലേ ഞാൻ ഹദീസ് അംഗീകരിക്കുള്ളൂ. അതെ, ബുഖാരി പറഞ്ഞാലേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. ഇല്ല, ഞങ്ങൾ അംഗീകരിക്കില്ല. ഞാൻ അവരുടെ ഇമാം അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ റഹിമഹുല്ല ഒരു ഹദീസ് റിവായത്ത് ചെയ്താൽ നീ സ്വീകരിക്കൂ. അപ്പോൾ ഞങ്ങൾ സ്വീകരിക്കില്ല. ഞാൻ വേണം ഓൾ ഇന്ത്യ ജാഹിലി, അതാണ് ഇമാം ബുഖാരിയുടെ പേര്. ഇമാം ബുഖാരിയുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അവൻ ഇമാം ബുഖാരിയുടെ പേരറിയില്ല, എന്നിട്ട് അവൻ്റെ ചോദ്യം ബുഖാരി പറഞ്ഞാണ്. അപ്പോൾ ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. എൻ്റെ പൊന്നു സഹോദരി, ഇതൊരു എക്സാമ്പിളാണ്.
അപ്പൊ ദൈവം ഓടി 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 സമുദ്രത്തിന്റെ അടിയിൽ പോയി ഒളിച്ചിരുന്നു. ഇനി ഇവിടെ മനുഷ്യൻ തന്നെ തിരക്കി വരൂല എന്ന് ഉറപ്പായപ്പോ നോക്കിയപ്പോ മുങ്ങിക്കപ്പലിൽ വരുന്ന മനുഷ്യൻ. ദൈവം വിചാരിച്ച് ഇവിടെ ഇവൻ എന്നെ വിടൂല. ഓടി 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 തളർന്ന ദൈവം അവസാനം ഒരിക്കലും മനുഷ്യൻ തന്നെ തേടി വരാത്ത, ഒളിച്ചിരുന്നാൽ തന്നെ കാണാത്ത ഒരു ചെറിയ ഒളിത്താവളം കണ്ടുപിടിച്ചു. അതിൻ്റെ ഉള്ളിൽ കയറി ദൈവം ഒളിച്ചിരുന്നു. ഇന്നേ വരെ മനുഷ്യൻ അവിടെ ദൈവത്തെ അന്വേഷിച്ചു പോയിട്ടില്ല. മാർക്ക് ട്വെയിൻ പറയുകയാണ്, ആരും കാണാതെ ദൈവം ഒളിച്ചിരുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലായിരുന്നു. ഇന്നേ വരെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തെ തെരഞ്ഞു പോയിട്ടില്ല എന്ന് മാർക്ക് ട്വെയിൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളോ അള്ള എവിടെയാ? അള്ള എവിടെ ഇരിക്കണേ? കൂട്ടുകാരനല്ലേ? കൂട്ടുകാരൻ എവിടെയാന്ന് അറിയണ്ടേ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധമായ ഖുർആന്റെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോ ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് അല്ലാഹു ഏകനാണ്, അവന് സനാതനല്ല, അവൻ പരാശ്രയനല്ല, അവൻ പൂജാതനല്ല, ജാതനല്ല, അവൻ കണ്ണില്ലാതെ കാണുന്നവനാണ്, അവന് ചെവിയില്ലാതെ കേൾക്കുന്നവനാണ്. ഇത് കേട്ട സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ അല്ലാഹു എവിടെയാണ് ഇരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹു അർശിന്റെ തമ്പുരാനാണ്. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, നബിയെ ഐന അർശുല്ലാഹ്, ഐന അർശുല്ലാഹ്, അള്ളാന്റെ അർശ് എവിടെയാ നബിയെ? പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതല്ലേ അർശും കുറുസുമൊക്കെ. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, റസൂലുള്ളയോട് ചോദിക്കുകയാണ്, നബിയെ ഐന അർശുല്ലാഹ്, അള്ളാന്റെ അർശ് എവിടെയാണ് നബിയെ? ആ സമയത്താണ് റസൂലുള്ള പറഞ്ഞത്, എവിടെയാണ് സഹോദരങ്ങളെ അള്ളാന്റെ അർശ് എവിടെയാ? അത് ചൊവ്വയിലല്ല, വ്യാഴത്തിലല്ല, പ്ലേറ്റോയിലല്ല, ന്യൂട്രോണിലല്ല. അള്ളാന്റെ അർശ് എവിടെയാന്നറിയോ? അള്ളാന്റെ അർശ് നേടി ബഹിരാകാശത്ത് പോകണ്ട, പാത്ത് ഫൈൻഡറസോ ജനറും അപ്പോളോ വേണ്ട. അള്ളാന്റെ അർശ് എവിടെയാണെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്റെ ശബ്ദം കേൾക്ക പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാന്റെ റസൂല് പറഞ്ഞു, അള്ളാന്റെ അർശ് എവിടെയാണെന്നറിയോ? ഖൽബ് മുഅ്മിനി അർശുല്ലാഹ്, ഒരു സത്യവിശ്വാസിയുടെ ഹൃദയമാണ് അള്ളാന്റെ സിംഹാസനം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വൽ ഖൽബു അർശുല്ലാഹി ബിൽ ഇംകാനി ഹുവ ബൈതുൽ മഅ്മൂറു ഫിൽ ഇൻസാനി. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാ പടച്ചറബിരിക്കേണ്ടതെങ്കിൽ നിന്റെ കൂട്ടുകാരനായ അല്ലാഹ്, എപ്പോ വിളിച്ചാലും വിളി കേൾക്കുന്ന അല്ലാഹ്, ഉറക്കമില്ലാത്ത തമ്പുരാൻ, വിളർച്ചയില്ലാത്ത തമ്പുരാൻ, നീ പൊട്ടിക്കരഞ്ഞ നിന്റെ കണ്ണുനീരപ്പേണ്ട തമ്പുരാൻ, അവനിരിക്കേണ്ടത് ഹൃദയത്തിന്റെ ഉള്ളിലാ. ഹോളിവുഡിന്റെ സിനിമാ താരങ്ങള് ഹൃദയത്തിന്റെ ഉള്ളിൽ ചേർത്തു വെച്ചാ അവരുടെ ഫോട്ടോ കിടക്കുന്ന വാതിലിന്റെ പുറത്തൊട്ടിച്ചിട്ട് അതിലേക്ക് നോക്കി കിടന്ന ചെറുപ്പക്കാരാ, സർവ മനുഷ്യ ദൈവങ്ങളെ വലിച്ചെറിയ്, ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹനെ സൂക്ഷിക്ക്. നീ വിളിച്ചാല് വിളി കേൾക്കുന്ന അല്ലാഹ്, നിന്റെ സങ്കടങ്ങൾ മാറ്റിത്തരുന്ന അല്ലാഹ്. കബ്സേ കടി ഗയാ റബ്ബ് ഉമ്മീദ് കേ സഹാറേ, മേരാ ദിൽ ന ജാനേ മേനെ കിസി തരഹ് സെ പുകാരേ. കൂട്ടുകാരൻ ആരാ? സങ്കടം വരുമ്പോൾ ആശ്വസിപ്പിക്കുന്നവനല്ലേ? നിനക്ക് പ്രയാസം വരുമ്പോ നിന്റെ കണ്ണുനീരൊപ്പുന്നവനല്ലേ യഥാർത്ഥ കൂട്ടുകാരൻ? എന്നാ മോനെ കടങ്ങളാണോ? ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 2 ലക്ഷം രൂപ കടമാ, വെറും ഒരു മദ്രസ മുഅല്ലിമാ, വടിയില്ല ഉസ്താദേ, വിഷമമാണ്. അല്ല മാറ്റിക്കൊടുക്കട്ടെ. പൊന്നുമോനെ നിന്റെ കൂട്ടുകാരനോട് പറ, പാതിരാ സമയത്ത് വീടിന്റെ ഉള്ളിൽ മുസല്ല വിരിച്ചിട്ട് സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരയ്, അല്ലാഹുവോട് പറയല്ലാഹുവേ കബ്സേ കടി ഗയാ റബ്ബ് ഉമ്മീദ് കേ സഹാറേ. എത്ര നാളുകൊണ്ട് നിന്റെ മുമ്പിൽ ഒരു യാചകനെ പോലെ തേങ്ങുന്നു അല്ലാഹുവേ, എന്റെ കണ്ണുനീര് കാണുന്നില്ലേ അല്ലാഹ്?
ആരോടും പറയാതെ നെഞ്ചിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ പ്രയാസം, എൻ്റെ ദുഃഖം, എൻ്റെ ആകുലത, എൻ്റെ വ്യാകുലത, എൻ്റെ ആധി, എൻ്റെ വ്യാധി, എൻ്റെ ആകുലത, എൻ്റെ വ്യതകൾ, എൻ്റെ ശ്രദ്ധകൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ. പടച്ചവനെ, ഈ വസ്ത്രത്തിന്റെ ഉള്ളിലൊരു നെഞ്ചുണ്ട്. ആ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ ആരോടും പറയാതെ ഞാൻ അടക്കി വെച്ച എൻ്റെ സങ്കടങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അല്ലാഹുവേ, നീ ഞാനുമല്ലാതെ മറ്റൊരാളതറിഞ്ഞിട്ടില്ല. ഏതൊരു മനുഷ്യന്റെ നെഞ്ചിന്റെ ഉള്ളിലും സഹോദരങ്ങളെ, ഈ പളപളാമിന്നുന്ന ഈ നീണ്ട കുപ്പായം ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന മറയ്ക്കാനുള്ള വെറും ഒരു മറയാണ്. ഈ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ ഒരു വാരിയെല്ലിന്റെ ഉള്ളിലൊരു ഹൃദയമുണ്ട്. ആരോടും പറയാതെ അല്ലാഹുവേ, ഞാനും നീയും മാത്രം അറിഞ്ഞ എൻ്റെ വ്യസനം ഞാൻ നിന്നോട് പറയുന്നു. അല്ലാഹുവേ, എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല. ആര് കൈവിട്ടാലും നീ എന്നെ കൈവിടല്ലേ അല്ലാ. പൊന്നു ചെറുപ്പക്കാരാ, ഹറാമിന്റെ കൂട്ടുകാരൻ അവിടെ. നിന്റെ കണ്ണുനീര് കണ്ടാൽ ഈ കൂട്ടുകാരൻ നിന്റെ കൂടെ, നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിലേ ഉണ്ടാവൂ. പണമുണ്ട് എങ്കിൽ പരിസരം ജനനി വിടമാ, പേക്കൂത്തു തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ. പണമുണ്ട് എങ്കിൽ പരിസരം ജനനി വിടമാ, പേക്കൂത്തു തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ. മോനെ, കയ്യിൽ പണമുണ്ടോ? ATM കാർഡ് കയ്യിലുണ്ടോ? കൂട്ടുകാര് കൂടെയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടാൽ ഒരൊറ്റ ഒരുത്തം നിന്നെ തിരിഞ്ഞു നോക്കൂല. പണമില്ലാത്തവനെ ലോകത്ത് വേണ്ട. പക്ഷേ പണമില്ലാത്ത നിന്നെ കൂട്ടുകൂടുന്ന ഒരേ ഒരാളെ ഉള്ളൂ. അതാരെന്നറിയോ? സത്താറ ഗഫാർ വഹീഗേ ബന്ധോം ഗംഹാർ വഹീഗേ. നിന്റെ എല്ലാ ദുഃഖമറിയുന്ന ഒരാൾ. പണമില്ലെങ്കിൽ ഒറ്റ കൂട്ടുകാരനും ഉണ്ടാവില്ല. എഴുതി വെച്ചോ നിങ്ങള്. ഈ കൂടെ നടക്കുന്നവനുണ്ടാവില്ല, ഈ വെല്ലുവിളിക്കുന്നവനുണ്ടാവില്ല, ഈ ആവാസത്തിന് കൂട്ടു നിൽക്കുന്നവനുണ്ടാവില്ല. പണമില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും നിന്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടാവും. അവനാരെന്നറിയോ? അവനാരെന്നറിയോ? വോഹേ സബ് കുച്ച് ജാനിനെ വാല. അവനാണ് നിന്റെ ഉള്ളറിയുന്നവൻ, അവനാണ് നിന്റെ അകമറിയുന്നവൻ, അവനാണ് നിന്റെ ലാഹിർ, അവനാണ് നിന്റെ ബാത്തിന്. എല്ലാം അറിയുന്ന അല്ലാഹു. അവനോട് കൂട്ടുകൂടണേ പൊന്നുപെങ്ങളെ, കൂട്ടുകൂടണേ. ആര് നിന്നെ കൈവിട്ടാലും ആ കൂട്ടുകാരൻ കൈവിടില്ല. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി നിലവിളിച്ചാൽ ഒരാൾ പോലും കേൾക്കാറില്ല. ചുട്ടുപടുത്ത മണലാരണ്യത്തില് പ്രസവ വേദനയിൽ കിടന്ന് വല്ലാതെ നിലവിളിക്കുമ്പോ പള്ളത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നെ പോലൊരു പെണ്ണ്, മജ്ജയുള്ള മാംസമുള്ള വിചാരമുള്ള ഒരു പെണ്ണ്, ആ പെണ്ണ് മരുഭൂമിയിൽ ഒരാൾ പോലും സഹായിക്കാനില്ല. ആ പെണ്ണ് വിളിച്ചില്ലേ, അല്ലാഹുവേ അല്ലാഹുവേ യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു രസിയം മൻസിയാ. ആര് സഹായിക്കാനില്ല അല്ലാഹുവേ. മരണത്തിന് സമാനമായ വേദനയിൽ പിളയുകയാണ്. അല്ലാഹുവേ, ഞാനിവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ ആരുമില്ലാത്ത മരുഭൂമിയിൽ ഒരു പാവപ്പെട്ട കൗമാരിക്കാരി പെണ്ണ്, ആ പെണ്ണ് നിലവിളിക്കുമ്പോ, പൊന്നു പെങ്ങളെ, കൗമാരക്കാരി പെണ്ണ്, ഏത് കൗമാരമെന്നറിയുമോ? എറണാകുളം ജില്ലയിലെ +2 പഠിക്കുന്ന പെണ്ണ്. അവള് ഹോസ്റ്റലിലോട്ട് കടന്നു പോകുമ്പോ ഇന്റർവെല്ലിന് കുടിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുന്ന വാട്ടർ ബോട്ടിൽ തുറന്നു നോക്കുമ്പോ ആ വാട്ടർ ബോട്ടിൽ ഇന്റർവെല്ലിന് കുടിക്കാനുള്ള വെള്ളമല്ല, ആ കൗമാരക്കാരി പെണ്ണിന് കുടിക്കാനുള്ള മദ്യമാണ്. എറണാകുളം നഗരത്തിൽ ഇന്റർവെല്ലിന് കുടിക്കുന്നത് കുട്ടികള് കള്ള്. ആ കൗമാരമല്ല പൊന്നുമോളെ. ഈ കൗമാരം പരിചയപ്പെടുക. മരുഭൂമിയുടെ നടുക്ക് നിന്ന് വിളിച്ചപ്പോ അല്ലാഹുവേ സഹായിക്കാൻ ആരുമില്ല അല്ലാ. ഞാനിവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ സഹോദരിമാരെ, മരണത്തെ ആഗ്രഹിച്ചിട്ട് നിന്നെ പോലൊരു പെണ്ണ് നിലവിളിച്ചപ്പോ കൂട്ടുകാരന് സഹിക്കാൻ പറ്റുമോ? ആകാശത്ത് നിന്ന് ശരീരം ഉണ്ടായി. ഖുർആൻ തന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തക സരിയാ. ഓ മറിയമേ, ഓ മറിയമേ, ഫനാദാഹാ
എവിടെ നിന്നോ വിളിച്ചു മറിയമേ നീ എന്നെ കൂട്ടുകാരനാക്കിയതല്ലേ, എനിക്ക് വേണ്ടി ജീവിച്ചതല്ലേ. അല്ലാ തഹ്സനീ, ദുഃഖിക്കണ്ട മറിയമേ, ദുഃഖിക്കണ്ട. പൊന്നുപെങ്ങളെ, അള്ള വിളിക്കും നിന്നെ, അള്ള മനസ്സിന് തോന്നിക്കും. ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്. അവനോട് വിളിച്ച് കരഞ്ഞപ്പോ, ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ, ഉടനവൻ അരുകിൽ അണഞ്ഞരുളി, ഭയം ഒരു നിമിഷവും തളരരുടെ. മയങ്ങുകില്ല, ഉറങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. നിന്റെ കാല് വഴുതാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് വിഷയത്തിന്റെ വൈപുല്യത കൊണ്ട് പെട്ടെന്ന് പറയട്ടെ സഹോദരങ്ങളെ, പടച്ച റബ്ബിനെ കൂട്ടുകാരനാക്കണം, അള്ളാനെ കൂട്ടുകാരനാക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണുനീരോട് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കണ്ണുനീരിന് പ്രതിഫലം നൽകും. ഒന്നാമത്തെ കൂട്ടുകാരൻ പടച്ച റബ്ബാകട്ടെ, ഒന്നാമത്തെ കൂട്ടുകാരൻ പടച്ച റബ്ബാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാഹ് പടച്ച റബ്ബിനെ കൂട്ടുകാരനാക്കി നമ്മൾ കരഞ്ഞ അള്ള കണ്ണുനീര് തുടച്ചു തരും. അവന്റെ ഭാഗത്ത് നിന്ന് സാന്ത്വനം ഉണ്ടാകും. അള്ളാഹു ഹൃദയത്തിന് സമാധാനം തരും. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഒന്നാമത്തെ കൂട്ടുകാരൻ അള്ളാഹിനോട് കൂട്ടുകൂടനെ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്താൽ മതി. ചെയ്യുവോ? ഞാൻ പറഞ്ഞുതരാം. ഇൻഷാല്ലാഹ് ചെയ്യുവോ? ഈ സദസ്സ് ഇൻഷാല്ലാഹ് ആ നിയ്യത്തെടുത്തിട്ട് നമുക്ക് പിരിയാം. അള്ള നമ്മളോട് കൂട്ടുകൂടും. ഒറ്റ കാര്യം ചെയ്താൽ മതി. ചെയ്യുവോ? ഇൻഷാല്ലാഹ് പറ, ഉറക്കെ പറയും. എന്റെ പൊന്നു സഹോദരങ്ങളെ, 10,000-കണക്കിന് ആളുകളുണ്ട്. കേരളത്തിന്റെ അങ്ങേയറ്റത്ത് കിടന്ന ഞാൻ ഈ കാസർഗോഡ് വരുമ്പോൾ 1000-കണക്കിന് ആളുകൾ കൂടുന്നത് ആ ഒരു സ്നേഹത്തിന്റെ പേരില്ല. അങ്ങനെയാണെങ്കിൽ ഈ 2 മണിക്കൂർ നമ്മൾ ഇരുന്നതിനൊരു പ്രതിഫലം ഉണ്ടാവണം. അള്ളാഹുവിനോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മാറ്റി നിർത്തണം. അള്ളാഹ് തൗഫീഖ് നൽകട്ടെ, അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. ഏതാത്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഹറാമ് പള്ളക്കുള്ളിൽ പോകരുത്. മറിയം ബീവി മരണത്തെ മുമ്പിൽ കണ്ടിട്ട് വിളിച്ചു. അള്ള പറഞ്ഞു, അല്ലാ തഹ്സനി, പൊന്നു മോളെ നീ പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ, ഞാനുണ്ട് കൂടെ. എന്നെ പൊന്നു പെങ്ങളെ പറയും. പക്ഷേ അള്ള നമ്മളോട് കൂട്ടുകൂടാ. ഒറ്റ നിബന്ധനയുള്ളൂ, അവൻ ഇഷ്ടപ്പെടാത്ത ഹറാമ് പള്ളക്കുള്ളിൽ പോകരുത്. ഇതാവോ? എന്തെന്ന് മാറി നിന്നുകൂടെ സമ്പാദിക്കാൻ ഹറാമ് വേണ്ട സഹോദരങ്ങളെ. ഹലാല് മതി. ഹലാല് കൊണ്ട് കോടീശ്വരനാവും. ഹറാമ് തന്നെ വേണമെന്നില്ല. പള്ളക്കുള്ളിൽ ഒരു തുള്ളി പോയോ, ഒരു തുള്ളി രക്ഷപ്പെടില്ല. ബാക്കി 8 കൂട്ടുകാരെ ഇൻഷാല്ലാഹ് നാളെ പറയാം. പ്രധാനപ്പെട്ട കൂട്ടുകാരാ അത്. അവരും പരലോകത്ത് എങ്ങനെയാ, ഫാൻസ് അസോസിയേഷനൊക്കെ നാളെ പരലോകത്ത് എന്താന്ന് ഞാൻ പറയാം. ഇൻഷാല്ലാഹ് നാളെ വരും. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുമായിട്ട് കൂട്ടുകൂടാം. മാരക രോഗം വരട്ടെ, കണ്ണീരണിഞ്ഞ് ദുആ ചെയ്ത് അള്ളാഹ് സ്വീകരിക്കും. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഹറാമ് ഒരു തുള്ളി പള്ളക്കുള്ളിൽ പോകാൻ പാടില്ല. ഓ ഇനി അങ്ങോട്ട് മാറ്റി നിന്നൂടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി നിന്നുകൂടെ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാ അബൂബക്കർ റളിയല്ലാഹു അൻഹു? വയറ് വല്ലാതെ വിശന്ന് വേദന കൊണ്ട് പിടയുകയാണ്. കടിക്കാനൊന്നുമില്ല, കുടിക്കാൻ വെള്ളമില്ല. വേദന കൊണ്ട് വിശന്ന് പിടയുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമ മുമ്പിലൂടെ നടന്നുപോയി. അടിമയോട് ചോദിച്ചു, വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ? അടിമ പറഞ്ഞു, എന്റെ കയ്യിൽ 2 കാരക്കയുണ്ട്, തരാം. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അടിമയുടെ കയ്യിലിരുന്ന 2 കാരക്ക എടുത്ത് തിന്നുപോയി. തിന്നു കഴിഞ്ഞപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, അല്ലാഹുവേ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് തിന്നുപോയി. ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചില്ല. അടിമയോട് ചോദിച്ചു, അടിമയെ, ഇത് ഹറാമാണോ ഹലാലാണോ? അയാൾ പറഞ്ഞു, അടിമ പറഞ്ഞു, ഞാനൊരു നാട്ടിലൂടെ പോയപ്പോ ആ നാട്ടിലെ ആളുകൾ കവടി നിരത്തിയിട്ട് ലക്ഷണം പറയാൻ പറഞ്ഞു. ഞാൻ കവടി നിരത്തി ലക്ഷണം പറഞ്ഞു കൊടുത്തു. അതിന് പ്രതിഫലമായി കിട്ടിയ പ്രതിഫലമാണിത്. സഹോദരങ്ങളെ, ഇസ്ലാമികപരമായിട്ടത് ഹറാമല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അല്ലാഹുവേ, ഹറാമ് കടിച്ചല്ലോ അല്ലാ, ഒരു തുള്ളി പള്ളയിൽ പോയല്ലോ അല്ലാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വിരലുകൾ തൊണ്ട
തൊണ്ടക്കുടിയിലോട്ട് കുത്തിയിറക്കിയിട്ട് ഛർദിക്കാൻ തുടങ്ങി. ഛർദിച്ച് എല്ലാം വെളിയിലോട്ട് പോകുമ്പോ എന്തിനാ കാസർഗോഡ് സഹോദരി വിശന്ന് വലഞ്ഞു നിന്നപ്പോ ഹറാമായ ഒരു കാരക്ക തിന്നതിന്റെ പേര് ഛർദിച്ച് അവസാനം രക്തം ഛർദിക്കാൻ തുടങ്ങി. സഹാബത്ത് പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു രക്തം ഛർദിച്ചു മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി. ഛർദിച്ച് അവശനായി താഴെ കുത്തിയിരുന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലാഹുവേ അറിയാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒരൽപ്പം ഹറാം തിന്നുപോയി. കഴിയുന്നിടത്തോളം വെളിയിൽ ഛർദിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി അബൂബക്കറിന്റെ മജ്ജയിലോ മാംസത്തിലോ ഹറാമിന്റെ ഒരൽപ്പമെങ്ങാനും അലിഞ്ഞു ചേർന്ന അത് വെളിയിലോട്ട് കൊണ്ടുവരാൻ അബൂബക്കറിന് കഴിയില്ല. അല്ലാഹുവേ, എന്റെ രക്തത്തിൽ കലങ്ങിപ്പോയ ഹറാമ കാരണത്താൽ നാളെ നീയുമായിട്ടുള്ള എന്റെ ബന്ധം നീ മുറിക്കല്ലേ അല്ലാ. എന്റെ കച്ചവടക്കാരായ പ്രിയപ്പെട്ട സഹോദര, എന്തിനാ ഒരു തുള്ളിക്കാരൊക്കെ നിന്നപ്പോ അത് തൊണ്ടക്കുടിയിൽ വിരലിട്ട് ഛർദിച്ച് കളഞ്ഞെങ്കിൽ അല്ലാഹ് കിട്ടപ്പെടാത്ത ഹറാമത്ര ഉള്ളിൽ ചെന്നടാ. പടച്ചറബ് ബന്ധം മുറിക്കില്ലേ? പൊന്നുപെങ്ങളെ ആരും അറിഞ്ഞില്ലെങ്കിലും അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. ഉമർ റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മദീന മുഴുവൻ സ്വച്ഛന്തമായി ഉറങ്ങുന്നു. ഒരു കുടിൽ നിന്ന് ഉമ്മയുടെയും മകളുടെയും സംസാരമാണ്. ഉമ്മ പറയുന്ന, മോളെ പാലിലൽപ്പം വെള്ളം ചേർക്ക്. മോള് പറയുന്ന, ഇല്ല ഉമ്മ, ഉമർ അറിഞ്ഞാൽ ശിക്ഷിക്കില്ലേ റളിയല്ലാഹു അൻഹു. ഉമ്മ പറയുന്ന, മോളെ ഉമർ ഉറക്കത്തിലല്ലേ, ഉമർ കാണുന്നില്ലല്ലോ. ആ സമയത്ത് ഉമ്മയോട് മോള് പറഞ്ഞ മറുപടി പള്ളത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ആ പൊന്നുപോള് പറഞ്ഞു, ഉമറല്ലേ ഉറങ്ങുകയുള്ളൂ. ഇതാക്കാന ഉമറുനായിമൻ ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ അള്ള ഉറങ്ങില്ലല്ലോ ഉമ്മ എന്ന് പറഞ്ഞ പെണ്ണിനെ പോലെ സഹോദരങ്ങളെ, ഒരു തുള്ളി ഹറാമെങ്ങാനും പള്ളയിൽ പോയാ അള്ളാഹുവിനെ ബന്ധപ്പെടുന്ന പ്രശ്നമില്ല. നാളെ കുല്ലുമാലിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് ഉണ്ടായ സ്വത്ത് നാളെ നരകത്തിന് അവകാശപ്പെട്ടടാ. അതേതുമായി കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു അൻഹു ചക്ര ബസാറിൽ ചെല്ലുമ്പോ കച്ചവടം ചെയ്യുന്ന എത്രയോ സഹോദരങ്ങൾ, അല്ലാഹു അഭിവൃദ്ധി തരട്ടെ. ഇവിടെ ധാരാളം കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്. അവരോട് ഞാൻ പറയുകയാ, യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു തആല പ്രമുഖനായ വസ്ത്രവ്യാപാരിയാണ്. അദ്ദേഹത്തിന്റെ കടയിൽ 2 ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളുണ്ട്. ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി, മറ്റൊന്ന് സെക്കൻഡ് ക്വാളിറ്റി. ഫസ്റ്റ് ക്വാളിറ്റിക്ക് 200 ദിർഹം, സെക്കൻഡ് ക്വാളിറ്റിക്ക് 100 ദിർഹം. രണ്ടും കണ്ടാൽ ഒരേപോലെയാണ്. പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസം നോട്ടത്തിലില്ല, ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഒറിജിനൽ റാഡോയും കോപ്പി റാഡോയും പോലെ കണ്ടാൽ ഒരു വ്യത്യാസവുമില്ല. സാധാരണക്കാരനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ആഖിറത്തിലെ കൂട്ടുകാരനാണ് ഇത് പറയുന്നത്, ദുനിയാവിലെ കൂട്ടുകാരനല്ല. യൂനുസ് ഉബൈദ റളിയല്ലാഹു അൻഹു സഹോദരനെ കടയിലിരുത്തിയിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. വിദേശിയായ ഒരാൾ കടയിൽ വന്നു. അയാൾക്ക് ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ക്വാളിറ്റി വസ്ത്രം. യൂനുസ് ഉബൈദയുടെ സഹോദരനോട് ചോദിച്ചു, എത്രയാ വില? കസ്റ്റമർ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം പറഞ്ഞു, 200 ദിർഹമാണ് വില. 100 ദിർഹമേ വിലയുള്ളൂ, സെക്കൻഡ് ക്വാളിറ്റിയാ. സന്തോഷത്തോടെ 200 ദിർഹം കൊടുത്ത് തിരിച്ചുപോയി. യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചൊരാൾ പോകുന്നു. ചോദിച്ചു, മോനെ ഇതെവിടെ നിന്ന്? നിന്റെ കടയിൽ നിന്ന്. എത്രയാ വില? 200 ദിർഹമാ. യൂനുസ് ഉബൈദ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അല്ലാഹുവേ, 100 ദിർഹം എന്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് ഈ വിദേശിയായ ഗ്രാമീണനെ ചതിച്ചല്ലോ അല്ലാ. വരിക, നിനക്ക് ഞാൻ പകുതി വാങ്ങിച്ചു തരാം. അയാൾ പറഞ്ഞു, വേണ്ട, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇത്രയും വിലയുണ്ട്. ഇല്ല, ഇത് കൊള്ളയാണ്, വാ. കടയിലോട്ട് പോയി സഹോദരനോട് പറഞ്ഞു, 100 ദിർഹം തിരിച്ചു കൊടുക്ക്, 100 ദിർഹം തിരിച്ചു കൊടുക്ക്. അയാൾ വിഷമത്തോടെ തിരിച്ചു കൊടുത്തു. ഗ്രാമീണനായ വിദേശി അന്തം വിട്ടു നിന്നു. കടുത്തറപ്പൻ മത്സരത്തിന് പകരം പരോപകാര ത്വര പുലർത്തുന്ന കച്ചവടം കണ്ടപ്പോ അത്ഭുതത്തോടെ ഗ്രാമീണൻ നിന്നു. പോയി കഴിഞ്ഞപ്പോൾ സഹോദരൻ യൂനുസ് ബിൻ ഉബൈദയും തമ്മിൽ വഴക്കായി.
സഹോദരൻ പറഞ്ഞ് അയാൾ ഇഷ്ടപ്പെട്ട് പൊരുത്തത്തോടെ തന്നതാണ്, അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചത്. യൂനുസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യൂനുസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ ഒരു കച്ചവടം ചെയ്തപ്പോ നിന്റെ തൃപ്തിയും പരിഗണിച്ചു, വാങ്ങാമെന്നവന്റെ തൃപ്തിയും പരിഗണിച്ചു, പക്ഷേ പടച്ച റബ്ബിന്റെ തൃപ്തി എന്തേ പരിഗണിച്ചില്ല? 100 ദിർഹമിന്റെ സാധനം 200 ദിർഹമിന് വിൽക്കല്, അത് നിന്റെ അല്ലാഹ് ഇഷ്ടപ്പെട്ട കാര്യമാണോ? അവൻ നിന്നോട് ബന്ധം മുറിക്കില്ലേ? അവൻ നിന്നോട് ബന്ധം മുറിക്കല്ലേ? ലാഭമെടുക്കാം ഇസ്ലാം അനുവാദം തന്നിട്ട്